5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ദുആർക്കാണ്. ഏതാണ് 5 കാര്യം? 1, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വല്ലൗജാഉ അല്ലതി ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. ലം തൽഹരിൽ ഫാഹിഷ, ഫാഹിഷ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നർത്ഥമുണ്ട്. ഫാഹിഷ എന്ന് പറഞ്ഞാൽ തമ്മാടിത്തരങ്ങൾ എന്നർത്ഥമുണ്ട്, തോന്നിവാസങ്ങൾ എന്ന അർത്ഥമുണ്ട്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായാൽ, ലഹറ എന്ന് പറഞ്ഞ വെളിവാവുക, വെളിവാവുക. ഹത്താ യുഅ്ലിനൂ ബിഹാ, വെളിവാകുന്നു എന്ന് മാത്രമല്ല, അവർ തന്നെ ആ തിന്മകളെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ തന്നെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, നോക്കൂ നിങ്ങൾ, ഈ കാലം ഏതാണ്? ഈ കാലം ഏതാണ് നോക്കൂ നിങ്ങൾ. പണ്ട് സിനിമക്ക് പോയിരുന്നു, ഒളിച്ചിരുന്നിട്ട് ആരും കാണാതെ, ഉപ്പറിയാതെ, നാട്ടുകാരറിയാതെ തിയേറ്ററിലൊക്കെ പോയിരുന്നു. ഇന്ന് തിയേറ്ററിലേക്ക് പോകുന്നത് കുടുംബസമേതം, ഉപ്പാനെ കൂട്ടി ഉമ്മാനെ കൂട്ടിയിട്ട് കസിൻസ് എന്നൊക്കെ പറഞ്ഞ് സിനിമയ്ക്ക് പോയി അതൊക്കെ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന കാലം. വാഴ 2 ഞാൻ കാണുന്നുണ്ട്, തിയേറ്ററിൽ ഇരുന്നിട്ട് സ്ക്രീനിന്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും. എൻ്റെ അർത്ഥം, ഞാനിതാ ഇപ്പൊ തിയേറ്ററിലാണ്, എല്ലാവരും കണ്ടോളി. 10 വർഷം മുമ്പുള്ള സാഹചര്യം ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും ഒളിച്ചിരുന്നിട്ടാ സിനിമക്ക് പോയത്. ഇങ്ങനെ പാത്തും പതുങ്ങിയും പോയി ആരെങ്കിലും കണ്ട മൂലക്കൊക്കെ ഇരുന്ന് അയാളെ ശ്രദ്ധിക്കാതെ കണ്ണൊക്കെ പൊത്തി സിനിമ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമ കാണാൻ പോകുന്നത് ഒരു ഹീറോയിസമായി, അതൊരു പരസ്യമാക്കപ്പെടേണ്ട ഒരു എന്റർടൈൻമെന്റായി നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? കുടുംബസമേതമല്ലേ ഇപ്പൊ സിനിമക്ക് പോവാറ്? ഉപ്പ, ഉമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, പെങ്ങളും ആങ്ങളെയും, കസിൻസ് എന്ന് പറഞ്ഞാൽ മൂത്താപ്പാന്റെ മക്കള്, അളാപ്പാന്റെ മക്കള്, പെണ്ണും ആണും. കസിൻസ് ആകുമ്പോ പിന്നെ ആങ്ങളും പെങ്ങളും പോലെയാണ് നമ്മളൊക്കെ ജീവിക്കുക. സത്യത്തിൽ കസിൻസ് എന്ന് പറയുന്നത് അൽഹംവു അൽ മൗത്ത് ഷഫീഉനാ റസൂലുള്ളാഹി, മരണത്തെ പോലെ ഭയക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അളാപ്പന്റെ മക്കളും മൂത്താപ്പന്റെ മക്കളും പരസ്പരം കല്യാണം കഴിക്കൽ അനുവദനീയമായ ആളുകളാണ്. അളാപ്പാന്റെ മകളെ മൂത്താപ്പാന്റെ മകന് കല്യാണം കഴിക്കുക, അതിന്റെ അർത്ഥം അവർ മഹ്റമല്ല, പരസ്പരം കാണാൻ പാടില്ല, ഒന്നിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ബൈക്കിൽ യാത്ര ചെയ്യാൻ പാടില്ല, കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, സിനിമ കാണാൻ പോകാൻ പാടില്ല. വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ അപ്പുറത്തുള്ള അളാപ്പയും അളാമ്മയും പോവാൻ, മകള് മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പുറത്ത് ജ്യേഷ്ഠത്തെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് നിന്റെ മോനൊന്നും ഇവിടെ ആക്കണം, ഞാൻ പോയി വരുന്നവരെ, അങ്ങനെ പറയാൻ പാടില്ല. കസിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് അൽഹംബു അൽ മൗത്ത്, അത് മരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ള മരണത്തെ ഭയക്കുന്നത് പോലെ കസിൻ ബ്രദേഴ്സിനെ പരസ്പരം ഭയക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര നിസ്സാരായിട്ടാണ് മുത്താപ്പാന്റെ മകനും അളാപ്പയുടെ മകളും ഒന്നിച്ച് ബൈക്കിൽ പോകുന്നത്. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര നിസ്സാരമായിട്ടാണ് കാറിൽ പോകുന്നത്. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? സിനിമ കാണാൻ പോകുന്നത്, സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നത്, മോളെ പിക്ക് ചെയ്യാൻ അയക്കുന്നത് ജ്യേഷ്ഠന്റെ മകനെയാണ്. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഇന്നിതൊക്കെ പറയുമ്പോൾ ഇസ്ലാം ഒരു കാടനാണ്, ഇസ്ലാം ഒരു കാടത്തമാണ് എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇസ്ലാം ഒരു നിയമം പറഞ്ഞാൽ ആ നിയമത്തിന്റെ പിന്നിൽ പല യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകും, ആ നിയമത്തിന്റെ പിന്നിൽ പല സത്യാവസ്ഥകളുണ്ടാകും. അത് ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാം. സ്വതന്ത്ര ചിന്തകർക്ക് എന്തും പറയാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോകത്തൊരു രാജ്യം നശിക്കാൻ പോവുകയാണെന്ന്, ലോകത്തൊരു രാജ്യം നശിക്കാൻ പോവുകയാണ്. നമ്മൾ ഏതുൽപ്പന്നങ്ങൾ എടുത്താലും ആ ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് നമ്മൾ കാണാറുണ്ട്. മെയ്ഡ് ഇൻ ജപ്പാൻ, അങ്ങനെ കാണുന്ന വളരെ ഡെവലപ്ഡ് ആയ ഒരു രാജ്യം, ആ രാജ്യം വലിയ തകർച്ചയിലേക്ക്, വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പഠനം വിളിച്ചു പറയുന്നത്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഒരു കാലഘട്ടത്തിൽ
ജനന നിയന്ത്രണം, പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കളെ വേണ്ട എന്നൊരു മെന്റാലിറ്റിയിലേക്ക് അവർ മാറുകയും ഒന്ന് മതി, ആദ്യം 2 മതി, 1 മതി, ഒന്നും വേണ്ട എന്ന ചിന്തയിലേക്ക് വരെ മാറി അവസാനം ഇന്ന് വൃദ്ധന്മാരുടെ നാടായി, വൃദ്ധന്മാരുടെ മണ്ണായി ആ മണ്ണ് മാറുന്നുണ്ട്. വൃദ്ധന്മാരുടെ മണ്ണായി ആ മണ്ണ് മാറുന്നുണ്ട്. അവസാനം ഇന്ന് ചില സർവേകളൊക്കെ പറയുന്നത്, ചില പഠനങ്ങൾ പറയുന്നത് ജപ്പാൻ എന്ന നാട് തന്നെ നശിക്കാൻ പോവാണെന്ന്. എന്താ കാരണം? ജനന നിയന്ത്രണമാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ മക്കളുണ്ടാക്കണം, അള്ളാഹു പറഞ്ഞു നിങ്ങൾ മക്കളുണ്ടാക്കണം. പുതുമക്കാര് പറഞ്ഞു മക്കളുണ്ടാക്കിയാൽ റിസോഴ്സ് ഉണ്ടാവില്ല, എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പുതുമക്കാര് പറഞ്ഞു. നാസ്തികരെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു. അപ്പൊ അള്ളാന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തു. എന്നിട്ട് എന്തുണ്ടായത്? റിസോഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജനന നിയന്ത്രണം നടത്തിയ പല രാജ്യങ്ങളും ഇന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരെ നിങ്ങൾ സെക്സിൽ ഏർപ്പെടണം, എങ്ങനെങ്കിലും കുട്ടികളുണ്ടാക്കണം, കുട്ടികളുണ്ടാക്കിയാൽ നിങ്ങൾക്ക് 10 ലക്ഷം തരാം, 20 ലക്ഷം തരാം എന്നൊക്കെ ഓരോ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ അവിടുത്തെ പൗരന്മാരോട് ഓഫർ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മക്കളെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ തോന്നി കുറേ ആളുകൾ കൂടിയാൽ ഇവിടെ തിന്നാൻ കിട്ടൂല. അങ്ങനല്ല, ആളുകൾ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വിഭവങ്ങൾ കൂടും. ഇന്ന് ലോകത്തെ ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ്. റഷ്യ വളരെ ദയനീയമായ സാഹചര്യമാണ്. കൊറിയ ദയനീയമായ സാഹചര്യമാണ്. മക്കളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ദയനീയമായ രംഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത മറ്റൊരു വിഷയം, ഫെമിനിസ്റ്റുകളായ ആളുകൾ, യുക്തിവാദികളായ ആളുകൾ, ലിബറലിസ്റ്റുകളായ ആളുകളൊക്കെ കല്യാണം വേണ്ട, കല്യാണം കഴിക്കരുത് എന്നാ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കരുത്, ഒരു പുരുഷന്റെ അടിമയായി നിങ്ങൾ ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതി എല്ലാ ആളുകളെയും കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവസാനം ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന ബോധമുണ്ടായി പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ച് രണ്ടാമത്തെ ഒരു പുസ്തകം എഴുതി, ദ സെക്കൻഡ് സ്റ്റേജ്. ബെറ്റി ഫ്രൈഡൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ചിന്തകനുണ്ട്, ബെറ്റി ഫ്രൈഡൻ. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ എഴുതിയത്, ദ സെക്കൻഡ് സ്റ്റേജിൽ എഴുതിയത് നിങ്ങൾ കല്യാണം കഴിക്കണം. അയാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാത്ത ജീവിതം ഒരിക്കലും നല്ലതല്ല. ഇയാളുടെ വർത്തമാനവും ഇയാളുടെ എഴുത്തും ഇയാളുടെ കോട്ടുകളൊക്കെ കണ്ട് കല്യാണം കഴിക്കാതെ ജീവിതം നശിപ്പിച്ച ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവില്ലേ? എന്നാൽ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു, പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്നത് ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ, ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇവിടെയും മാറ്റി പറയേണ്ടി വരൂല. ആ നിയമങ്ങൾ ഒരിക്കലും മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ഇസ്ലാം എന്തോ ഒരു എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാടൻ മതാണ്, 6-ാം നൂറ്റാണ്ടിലെ മതാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പിന്നിലൊക്കെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തമാശയല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ കസിൻ ബ്രദേഴ്സ്, അത് നിങ്ങൾ പരസ്പരം കാണാൻ പാടില്ല. അളാപ്പാന മുത്താപ്പാന മക്കൾ തന്നെയാണ്, കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോയാൽ പല അത്ഭുതങ്ങളും നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റുകളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യന്മാർ മാറാണ്. ഉദാഹരണം, ഞാൻ പറഞ്ഞു സിനിമ തിയേറ്ററിൽ പോവാൻ, അതിനെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നു, ആസ്വദിക്കുന്നു, അഭിമാനിക്കുന്നു. എങ്ങനെ? വീഡിയോ എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ കാണിക്കുന്നു, ഇതാ ഞാൻ തിയേറ്ററിൽ പോവാണ്. ഒരു പെണ്ണും ഒരാണും പ്രപ്പോസ് ചെയ്യാണ്. കോളേജിൽ പഠിക്കുന്ന കോളേജ് കുമാരികള്, പെൺകുട്ടികള്, സീനിയറായ ഒരു ചെറുപ്പക്കാരൻ ജൂനിയറായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പല രീതിയിൽ പല ആളുകളോട് പല ബന്ധങ്ങളിലൂടെ പറഞ്ഞ് അവസാനം രണ്ടുപേരും കണ്ടുമുട്ടാൻ വേണ്ടി പോവാണ്. ആ പോകുമ്പോൾ ഒരു റോസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും കൊടുത്ത് അന്ന് ഒരു ലവ് സ്നേഹത്തിന്റെ പ്രപ്പോസൽ നടത്താൻ വേണ്ടി പോകുമ്പോൾ, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളതിന് കാമുകന്മാരുടെ ഫ്രണ്ട്സ്, ചങ്ങാതിമാരെ വീഡിയോ എടുത്തിട്ട് അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുന്ന, അതിനെ പരസ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ നേരെ ഒരു 20 വർഷം മുമ്പിലേക്ക് നിങ്ങൾ പോയി നോക്ക്. പ്രണയങ്ങൾ ഉണ്ടായിരുന്നു, രഹസ്യമായിരുന്നു, ആരും അറിയില്ല. ക്ലാസ്സിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഇവർ രണ്ടുപേര് പ്രണയിക്കുന്നുണ്ട് എന്ന്. നാട്ടുകാർക്ക് അറിയില്ല,
കുടുംബക്കാർക്കറിയില്ല, മാതാപിതാക്കൾക്കറിയില്ല. ഇന്ന് മാതാപിതാക്കളുടെ അറിവോടുകൂടി വരെ പരസ്പരം പ്രണയിച്ച് ലിവിങ് ടുഗദറിലാകുന്ന എത്രയോ മുസ്ലിം പെൺകുട്ടികളുണ്ട്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് തോന്നും പോലെ ജീവിക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമല്ല. സ്വതന്ത്ര ചിന്തകർ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ സ്വതന്ത്ര ചിന്തകരല്ല. യുക്തിവാദികൾ പറയുന്നത് പോലെ ജീവിക്കേണ്ട ആളുകളോ അല്ല നമ്മൾ. നിരീശ്വരവാദികളെ പോലെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ. എക്സ്ട്രീമിസ്റ്റുകളായ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ. നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹിൻ്റെ റസൂൽ, അള്ളാഹു എന്താ പറയുന്നത് അതനുസരിക്കേണ്ട ആളുകളാണ്. ഇവിടെ ഹബീബായ നബി തങ്ങൾ പറയുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങൾ നോക്കൂ. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമൂഹത്തിൽ തിന്മ വ്യാപകമായാൽ, ലഹറ എന്ന് പറഞ്ഞാൽ വെളിവാവുക, ലഹറ എക്സ്പോസ് ആവുക, വെളിവാവുക. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമുദായത്തിൽ തെറ്റുകൾ പരസ്യമായാൽ, തെറ്റുകൾ വെളിവായാൽ, അഥവാ തിന്മകളെ ഹൈഡ് ചെയ്യൂല, തെറ്റിനെ രഹസ്യമാക്കി വെക്കൂല, തിന്മകളെ പരസ്യമാക്കി വെക്കാൻ തുടങ്ങിയാൽ, അത്രമാത്രമല്ല ഹത്താ യുഅ്ലിനൂ ബിഹാ, ചെയ്യുന്ന തെറ്റുകൾ നാലാളുകൾ അറിയണമെന്നുള്ള ചിന്തയും ഉണ്ടായാൽ, വിചരിക്കുന്നത്, കഞ്ചാവടിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, പ്രേമിക്കുന്നത്, സിനിമ കാണുന്നത്, അങ്ങനെ എന്തൊക്കെ തെറ്റുകളാണോ നമ്മൾ ചെയ്യുന്നത്, ആ തെറ്റുകളെല്ലാം നാലാളുകൾ കാണണമെന്നുള്ള ചിന്തയുണ്ടായാൽ, ഇല്ലാ ഫശാ ഫീഹി മുത്വാഊൻ, അല്ലാഹു തആല ആ സമൂഹത്തിലേക്ക് വ്യാപകമായ രോഗങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതിന്റെ ഭാഗമായിട്ടാണോ നമ്മുടെ കിഡ്നി തകരാറിലാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കിഡ്നി തകരാറിലാണ്. ഓരോ നാടുകളിലും 100 കണക്കിന് ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ യാത്ര ചെയ്താൽ 100 കണക്കിന് ഡയാലിസിസ് സെന്ററുകളുണ്ട്. 100 കണക്കിന്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു 10-15ഓളം ഡയാലിസിസ് സെന്ററുകളുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്, ഓരോ സംഘടനകൾ നടത്തുന്നത്, വ്യക്തികൾ നടത്തുന്നത്, ഹോസ്പിറ്റലുകൾ നടത്തുന്നതൊക്കെ ആയിട്ട് 100 കണക്കിന് ഡയാലിസിസ് സെന്ററുകൾ ഓരോ ജില്ലകളിലുണ്ട്. എന്നിട്ട് പോലും ഓരോ ഡയാലിസിസ് സെന്ററുകളിലെ ഓരോ സെന്ററുകളിലും രോഗികൾ മെഷീന് കിട്ടാതെ, ബെഡ് കിട്ടാതെ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് CH സെന്ററിൽ 156 വെയിറ്റിംഗ് ലിസ്റ്റാണ് പരിശുദ്ധ റമദാനിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ. കിഡ്നി തകരാറിലായ രോഗികൾ 156 പേര് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഒരേ സമയം 20 ആളുകളെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. 2 ഷിഫ്റ്റുകളിലായി 40ഓളം ആളുകളെ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യാം. എന്നിട്ടും 150 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റാണ്. മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഡയാലിസിസ് മെഷീനുകളുണ്ട്. വേറെ വ്യക്തികൾ നടത്തുന്ന ഡയാലിസിസ് സെന്റർ വേറെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് വരെ മനുഷ്യന്മാരുടെ കിഡ്നി തകരാറിലാകുന്നത് വ്യാപകമാകുന്നു. നമ്മളത് പഠിക്കേണ്ട വിഷയമാണ്. ഓരോ 5 വീട്ടിൽ ഒരാളുടെയെങ്കിലും കിഡ്നി തകരാറിലാകുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത്. 5 വീട്ടിൽ ഒരാളുടെ കിഡ്നി തകരാറിലാകുന്നു എന്ന്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. നമ്മൾ ചെയ്യുന്ന അപകടകരമായ പ്രവർത്തനങ്ങൾ കാരണത്താലാണ്. ഒന്നുകിൽ അല്ലാഹു തആല ശിക്ഷയായി തരും, ഒന്നുകിൽ അല്ലാഹു പരീക്ഷണമായി തരും. പ്രിയപ്പെട്ടവരെ, ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം കാരണത്താലാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് അല്ലാഹു 2 കിഡ്നിയാണ് ഒരാൾക്ക് അല്ലാഹു നൽകിയത്. എവിടെയാ കിഡ്നിയുടെ പൊസിഷൻ? എവിടെയാ നമ്മുടെ കിഡ്നി? എവിടെ ഇരിക്കുന്നത്? കിഡ്നി എവിടെ ഇരിക്കുന്നത്? നമ്മുടെ തടിയിൽ കിഡ്നി എവിടെയാണ്? തലച്ചോറ് എവിടെയാ? ബ്രെയിൻ എവിടെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗൻസ്, ഓരോ അവയവങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളുണ്ട്. കിഡ്നിയുടെ പൊസിഷൻ ഇവിടെയാണ്. നമ്മുടെ ഹിപ്പിൻ്റെ ബാക്ക് സൈഡിന് മുകളിലുള്ള ആ ഭാഗമാണ് കിഡ്നി. 2 കിഡ്നിയാണ് അല്ലാഹു നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ 2 കിഡ്നിയിൽ ആക്ച്വലി 1 കിഡ്നി മതി. ഒരു മനുഷ്യന് ജീവിക്കാൻ 1 കിഡ്നി മതി. ഫ്ലൈറ്റിലൊക്കെ 2 എഞ്ചിൻ ഉണ്ടാവും. അതിൽ 1 എഞ്ചിന് കേടായാൽ അടുത്ത എഞ്ചിൻ പ്രവർത്തിക്കും. അതേപോലെ തന്നെയാണ് കിഡ്നി. 1 കേടായാൽ അടുത്തത് പ്രവർത്തിക്കും. പക്ഷെ ഫ്ലൈറ്റ് പോലെയല്ല.
ഫ്ലൈറ്റ് ഒന്ന് കേടാകുമ്പോൾ അതറിയും, അടുത്തത് കേടാണ് എന്നറിയും. മനുഷ്യന്റെ കിഡ്നി അങ്ങനെയല്ല, കേടായാൽ അറിയില്ല. ഒന്നാമത്തത് കേടായി മുഴുവനും പോയി, രണ്ടാമത്തത് കേടായി ഒരു 85% ആകുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ കിഡ്നി തകരാറിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. കിഡ്നി തകരാറിലായുള്ള പരിഹാരം കിഡ്നി മാറ്റിവെക്കലാണ്. കിഡ്നി മാറ്റിവെക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ഒരു കിഡ്നി നമ്മൾ മാറ്റിവെക്കണമെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് 50 ലക്ഷം രൂപയാണ് ചെലവ്. ആ 50 ലക്ഷം രൂപ കയ്യിലുള്ളത് കൊണ്ട് ഒരാൾക്ക് കിഡ്നി കിട്ടൂല. ഇയാളുടെ ശരീരത്തിന് അനുയോജ്യമായ കിഡ്നി അയാൾക്ക് കിട്ടുകയും വേണം, വൃക്ക അയാൾക്ക് കിട്ടും വേണം. അല്ലാതെ പൈസ ഉള്ളത് കൊണ്ട് കിഡ്നി കിട്ടൂല. ഇയാളുടെ ശരീരത്തിലേക്ക് അനുയോജ്യമാവണം. കിഡ്നിയുള്ള സ്ഥലങ്ങളിൽ ഇയാളുടെ ശരീരത്തിന് പറ്റിയ കിഡ്നി കിട്ടണം. എന്നിട്ട് ശസ്ത്രക്രിയ നടത്തി ഈ കിഡ്നി അയാൾ മാറ്റിവെച്ചാൽ എല്ലാ മാസവും 10,000 രൂപയുടെ ഗുളിക ടാബ്ലറ്റ് കഴിക്കണം മരിക്കുന്നത് വരെ. കാരണം അല്ല തന്ന കിഡ്നി പോയി, പിന്നെ ഇത് ആർട്ടിഫിഷ്യലായി വേറെ കിഡ്നി വെച്ചതാണ്. അപ്പൊ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി 10,000 രൂപയുടെ ടാബ്ലറ്റ് അയാൾ കഴിക്കണം. ഇനി ഒരാൾക്ക് കിഡ്നി മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താ കുഴപ്പം? മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ 2 ദിവസം കൂടുമ്പോൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ഡയാലിസിസ് സെന്ററുകളിലേക്ക് പോകണം. സിറ്റ് സെന്ററിലേക്കോ അല്ലെങ്കിൽ അഭയമുണ്ട്, അഭയത്തിലേക്ക് എവിടെങ്കിലും പോകണം. പോയിട്ട് അവിടെ 4 മണിക്കൂർ കിടക്കണം. പോയിട്ട് അരമണിക്കൂർ ഡോക്ടറെ അവരെ പരിശോധിക്കും. എന്നിട്ട് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ്, രക്തം മുഴുവനും വലിച്ചെടുത്ത് മെഷീൻ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റും. അതിന് 4 മണിക്കൂർ വേണം. കിഡ്നിയുടെ പ്രോസസ്, കിഡ്നിയുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കലാണ്. അപ്പൊ 2 കിഡ്നിയും തകരാറിലായാൽ പിന്നെ രക്തം ശുദ്ധിയാവില്ല, നമ്മൾ മരിച്ചു പോകും. അപ്പൊ മെഷീന് നമ്മുടെ രക്തം വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് കേടാവും. അപ്പൊ വീണ്ടും പോയി നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കണം. അങ്ങനെ എല്ലാ ആഴ്ചയിലും 3 തവണ 2 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് സെന്ററുകളിൽ നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ ഡയാലിസിസ് ചെയ്ത് തിരിച്ചു വരണം. ഈ കാലയളവിൽ മരിക്കുന്നത് വരെ അത് ചെയ്യണം, മരിക്കുന്നത് വരെ ചെയ്യണം. ഈ ബന്ധിയോടുള്ള ഒരാള് കാസർഗോഡ് ജില്ലയിലുള്ള ഏതെങ്കിലും ഡയാലിസിസ് സെന്ററിൽ പോകണമെങ്കിൽ മിനിമം അവിടെ എത്തണമെങ്കിൽ 45 മിനിറ്റ് വേണം. ഹോസ്പിറ്റലിൽ അവിടെ അരമണിക്കൂർ നേരത്തെ എത്തണം. അത് കഴിഞ്ഞ് ഡയാലിസിസ് കഴിഞ്ഞ് അരമണിക്കൂർ ഹോസ്പിറ്റലിൽ നിൽക്കണം. ഒറ്റയ്ക്കല്ല, കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവണം. അങ്ങനെ ഈ രീതിയിൽ ഒരു ദിവസം മുഴുവനും അയാളും അയാളുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഒരു ബ്ലഡ് വിന്നർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരാളും ഒരു ദിവസം മുഴുവനും ചിലവഴിക്കണം. പിറ്റേ ദിവസം ഫ്രീ ആണ്, പിറ്റേ ദിവസം വീണ്ടും പോകണം. ഉപ്പാനെ കൊണ്ട്, ഉമ്മാനെ കൊണ്ട്, മക്കളെ കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡയാലിസിസിന് പോകണം. അഥവാ വലിയ ഒരു തലവേദനയായി ഡയാലിസിസ് ചെയ്യുന്ന വീടുകളിൽ ആ രോഗികൾ മാറും എന്നതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെ ഉണ്ടാവുന്നു? നമ്മുടെ അശ്രദ്ധ കാരണത്താലാണ്. കിഡ്നി അങ്ങനെ പെട്ടെന്ന് വെറുതെ അടിച്ചു പോകില്ല. ഇപ്പൊ ക്യാൻസറൊക്കെ വരുന്നത് പോലെയല്ല കിഡ്നി തകരാറിലാവുക എന്ന് പറയുന്നത്. കിഡ്നി പരിശോധിക്കാനുള്ള ഒരുപാട് ബ്ലഡ് ചെക്കപ്പുകൾ ഉണ്ട്. ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാം. നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണമെന്ന്, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഒരു ടെസ്റ്റാണ്. പിന്നെ വേറെ ഡോക്ടർ നമ്മൾക്ക് നിർദ്ദേശിച്ചു തരും, ഇന്നാലിന്ന ടെസ്റ്റാണ്. കിഡ്നിയുടെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇതാണ്. അത് നമ്മൾ 6 മാസം കൂടുമ്പോൾ പരിശോധിക്കണം. അതിൻ്റെ പുറമെ നമ്മൾ കുടിക്കുന്ന വെള്ളം വളരെ ശുദ്ധമായ വെള്ളമായിരിക്കണം. നിരന്തരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല, ഉറക്കൊഴിക്കാൻ പാടില്ല, പഞ്ചസാര കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ അശ്രദ്ധരാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തകരാറിലാകുന്നത്. എന്നിട്ട് നമ്മൾ അള്ളാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ള തന്ന രോഗാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രോഗങ്ങളെ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങുകയാണ്. ഇനി ഷുഗറിലേക്ക് വരാം. ഷുഗർ വെറുതെ ഉണ്ടാവുന്നതല്ല. ചില ആളുകൾക്ക് വെറുതെ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടൂല എന്നല്ല. ഷുഗർ എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഷുഗർ ഉണ്ട് എന്നൊരാൾക്ക് മനസ്സിലായാൽ വളരെ ചെറുപ്പത്തിലെ പഞ്ചസാര പോലെയുള്ള ഉൽപ്പന്നങ്ങളെ അവർ ബഹിഷ്കരിക്കണം. ഇടയ്ക്കിടെ ഷുഗർ അവർ പരിശോധിക്കണം, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. ഷുഗർ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളെ മുഴുവനും അവർ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകൽ ദീനാണ്. അല്ലാതെ ഏതായാലും മരിക്കല്ലേ, അങ്ങനെ മരിക്കുകയാണെങ്കിൽ തിന്നിട്ട് മരിക്കുക, തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത് തിന്നിട്ട്. അങ്ങനെയൊക്കെയാണ് ചില ആളുകളുടെ ഡയലോഗ്. അങ്ങനെയാണ് കല്യാണ വീട്ടിലൊക്കെ മട്ടൻ ബിരിയാണിയും ഫുഡൊക്കെ മുമ്പിൽ വെച്ച് ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്തായാലും മരിക്കും, തിന്നാലും മരിക്കും, തിന്നില്ലേലും മരിക്കും, പിന്നെ തിന്ന് മരിക്കലല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ചില ആളുകൾ മൂക്കറ്റം വരെ തിന്നും. അത് ദീനല്ല, അതല്ല ദീൻ. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കുന്നതും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതും
ദീനാണ്, അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറണം. ആരോഗ്യം ദീനിന്റെ ഭാഗമാണ്. ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്നത് നമ്മളാണ്. കാസർഗോഡ് ജില്ലയിൽ ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, എല്ലാ ഹോസ്പിറ്റലുകളിലും നിറയെ മുസ്ലിമീങ്ങളാണ്. മറ്റുള്ള മതക്കാർ കുറവാണ്. നമ്മൾ തിന്നുന്നു, അനിയന്ത്രിതമായി തിന്നുന്നു. നമ്മൾക്ക് എങ്ങനെ തിന്നണം, എന്ത് തിന്നണം എന്ന് കൃത്യമായി പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്നിട്ട് നമ്മളത് തീരെ പരിഗണിക്കാറില്ല. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് തിന്നണം, എത്ര തിന്നണമെന്ന്. ഷുഗർ വരാതിരിക്കാനും, കൊളസ്ട്രോൾ വരാതിരിക്കാനും, ഫാറ്റ് ലിവർ വരാതിരിക്കാനും, യൂറിക് ആസിഡ് വരാതിരിക്കാനൊക്കെ എന്ത് തിന്നണം, എത്ര തിന്നണം, എങ്ങനെ തിന്നണം എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ വയറിന്റെ 1/3 ഭാഗമേ തിന്നാൻ പാടുള്ളൂ. 1/3 ഭാഗം കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. 1/3 ഭാഗം ഒഴിച്ചിടണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം 1.2 ലിറ്റർ ആണ്. നമ്മുടെ വയറിന്റെ ഒക്കെ സൈസ്, നമ്മുടെ വയറിന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ, 1200 മില്ലി ലിറ്റർ ആണ് നമ്മുടെ വയറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് മനുഷ്യന്റെ വയറിന്റെ വലിപ്പം അതാണ്. അപ്പൊ എത്രയാ തിന്നേണ്ടത്? അതിനെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം തിന്നാനും, അതിലൊരു ഭാഗം വെള്ളത്തിനും, അതിലൊരു ഭാഗം ഒഴിച്ചിടാനും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ റസൂലുള്ളാഹി തങ്ങള് സംസാരിച്ചിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞ വഹ്യാണ് പ്രിയപ്പെട്ടവരേത്. മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ റബ്ബാണ് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കാൻ നിങ്ങൾ എന്ത് തിന്നണമെന്ന്, എത്ര തിന്നണമെന്ന്, എങ്ങനെ തിന്നണമെന്ന് ആ റബ്ബാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അതനുസരിച്ചാലേ നമ്മുടെ ആരോഗ്യം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ അള്ളാഹു പറഞ്ഞതിന് വിപരീതമായി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ രോഗിയായി പോകുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു സംശയവും വേണ്ട. നമ്മൾ മിശ്ര ബുക്കാണ്, നമ്മൾ മാംസ ബുക്കല്ല. ചിക്കൻ മാത്രം കഴിക്കുന്നവരുണ്ട്, അപകടകരമാണത്. മാംസം മാത്രം കഴിക്കുന്നത് മൃഗങ്ങളാണ്, കാട്ടിലെ വന്യമൃഗങ്ങളാണ്. കടുവയും പുലിയും സിംഹവുമെല്ലാം മാംസം മാത്രം കഴിച്ചു ജീവിക്കുമ്പോ, പശുക്കളും നാൽക്കാലികളുമെല്ലാം പച്ചയായ മാംസമല്ലാത്ത വെജിറ്റബിൾസ് കഴിച്ചു ജീവിക്കുമ്പോ, സസ്യം കഴിച്ചു ജീവിക്കുമ്പോ, മനുഷ്യരായ നമ്മൾക്ക് അല്ലാഹു നൽകിയൊരു പ്രത്യേകതയാണ് മാംസവും കഴിക്കാം, സസ്യവും കഴിക്കാം എന്നുള്ളത്. കാട്ടിലെ കടുവകൾക്ക് പുല്ല് പറ്റൂല, എന്നാൽ വീട്ടിലുള്ള പശുക്കൾക്ക് മാംസം പറ്റൂല, ഇറച്ചി പറ്റൂല. എന്നാൽ മനുഷ്യരായ നമ്മൾക്ക് മാംസം പറ്റും, അതേപോലെ സസ്യവും പറ്റും. എന്നാൽ എപ്പോഴും കടുവകളെ പോലെ, സിംഹങ്ങളെ പോലെ മാംസം മാത്രം കഴിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മള്. മൃഗങ്ങളെ പോലെ സസ്യം മാത്രം കഴിച്ച്, വെജിറ്റബിൾ മാത്രം കഴിച്ച് ജീവിക്കേണ്ടവരല്ല. എല്ലാം കൂടി ഒരു മിശ്രിതമായ ഭക്ഷണത്തിന്റെ മെനുവാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. പ്രോട്ടീൻ വേണം നമ്മൾക്ക്, മിനറൽസ് വേണം നമ്മൾക്ക്, വൈറ്റമിൻ വേണം നമ്മൾക്ക്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. വിറ്റാമിൻ വേണം, പ്രോട്ടീൻ വേണം, ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ വേണം. അങ്ങനെ ഓരോ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായി അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് നമ്മുടെ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ച്, 1/3 ഭാഗം വെള്ളത്തിന് വേണ്ടി ചെലവഴിച്ച്, 1/3 ഭാഗം നമ്മൾ ഒഴിച്ചിട്ട് ഭക്ഷണം നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ അല്ലാഹു തആല ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾക്കും സഹാബാക്കൾക്കൊന്നും വലിയ രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ ഇതുപോലെ ഹോസ്പിറ്റലുകളുടെ ആവശ്യം വന്നിട്ടില്ല, ഡോക്ടർമാരുടെ ആവശ്യം വന്നിട്ടില്ല. ഇന്ന് എത്ര ഹോസ്പിറ്റലുകളാണ്. കോവിഡിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ തന്നെ 3-4 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നു. അതൊക്കെ നിറഞ്ഞിട്ട് വീണ്ടും നമ്മൾ മംഗലാപുരത്ത് പോവാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റലുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ രോഗികളായിട്ട് മാറാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ബാധ്യതയല്ലേ?
അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്. ബലഹീനനായ സത്യവിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യവാനായ സത്യവിശ്വാസിയാണ്. നല്ല ഹെൽത്തിയായ മുഅ്മിനിനെയാണ്, ആരോഗ്യമുള്ള മുഅ്മിനിനെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ആരോഗ്യമില്ലാത്ത ഒരു മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം അവനെയാണ്. അപ്പൊ ആരോഗ്യമുണ്ടാവാൻ പ്രിയപ്പെട്ടവരെ എക്സസൈസ് ഉണ്ടാവണം, വർക്കൗട്ട് ഉണ്ടാവണം. നമ്മുടെ ഭാഗത്ത് വർക്കൗട്ടുകളെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പഴയ കാലത്ത് അവർ ഒരുപാട് തിന്നിരുന്നു, എന്നാൽ ഒരുപാട് അധ്വാനിച്ചിരുന്നു. ഇന്നെല്ലാം മെഷീനുകളിലേക്ക് മാറുകയാണ്. വീട്ടിൽ അരക്കുന്നത് മെഷീനാണ്, വെള്ളം കോരുന്നത് മെഷീനാണ്, അതേപോലെ തന്നെ അടിച്ചു വാരുന്നത് മെഷീനാണ്. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും മെഷീനുകളാണ് നടക്കുന്നത്. സ്വാഭാവികമായി നമ്മുടെ തടി അനങ്ങാത്തൊരു സാഹചര്യം വരുന്നു. പള്ളിയിലേക്ക് വരുന്നത് ബൈക്കിലൂടെയാണ്, കല്യാണത്തിന് പോകുന്നത് കാറിലൂടെയാണ്, അങ്ങാടിയിലേക്ക് പോകുന്നത് ബസ്സിലൂടെയാണ്. നടത്തം തീരെയില്ല. ഒരു 2 മിനിറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ കിതക്കുകയാണ്. ഈ താഴെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കിതച്ചു പോവുകയാണ്. എന്തുകൊണ്ട്? കാർഡിയോ എക്സസൈസ് നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ മസിലുകൾക്കുള്ള സ്ട്രെങ്തനിങ്, പവർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യാറില്ല. എന്നാൽ ശ്രദ്ധിച്ചോളൂ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കുതിര സവാരി നടത്താറുണ്ടായിരുന്നു. ആ കുതിര സവാരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ ശരീരത്തിലേക്കും ആവശ്യമായ എക്സസൈസ് ആയിരുന്നു. ഹോഴ്സ് റൈഡിങ്, കുതിര സവാരി, അതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എത്തുന്ന ഒരു എക്സസൈസാണ്. ഇപ്പൊ നീന്തൽ, സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഇത് ബാധിക്കും. എല്ലാ അവയവങ്ങൾക്കുള്ള, എല്ലാ മസിലുകൾക്കുള്ള ഒരു എക്സസൈസാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു എക്സസൈസാണ് ഹോഴ്സ് റൈഡിങ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കളിച്ചിട്ടുണ്ടോ, ജിമ്മിന് പോയിട്ടുണ്ടോ, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്നല്ല. അവരൊക്കെ നിരന്തരമായി കുതിര സവാരി നടത്ത ആളുകളാണ്, ഒട്ടകം സവാരി ചെയ്ത ആളുകളാണ്, അവർ നടന്നവരാണ്, അവർ അധ്വാനിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്നത് മൊബൈലിന്റെ മുന്നിലേക്കാ. നടക്കൂല. നമ്മളൊരു 1 മിനിറ്റ് നടക്കേണ്ട സ്ഥലത്തേക്ക് പോലും നമ്മൾ ബൈക്കും കാറും എടുത്തിട്ടാ പോവാ. ഇലക്ട്രോണിക് ബൈക്കുകൾ, ഇലക്ട്രോണിക് സൈക്കിളുകൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകും. അപ്പൊ നടത്തം വളരെ കുറവാണ്. ഈ തിന്നത് ദഹിക്കുക എന്നത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. എന്നാൽ തിന്നുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് നമ്മളെല്ലാവരും തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളുടെ ഉത്തരവാദി നമ്മളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഷുഗർ വരുന്നത് ഷുഗർ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ്. അതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? എല്ലാം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എല്ലാ ദിവസവും മട്ടൻ കഴിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കേണ്ട വസ്തുവാണ് മട്ടന്, ബീഫൊക്കെ. എല്ലാ ദിവസവും വീട്ടിൽ കോഴിയാ, എല്ലാ ദിവസവും വീട്ടിൽ മട്ടന്. വെജിറ്റബിൾ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വെജിറ്റബിൾ പറ്റയില്ല. സാമ്പാറും കറിയൊന്നും പറ്റയില്ല, പച്ചക്കറികൾ പറ്റയില്ല. നോക്കുന്നത് നമ്മുടെ മക്കളെ, ഇവന് ചിക്കൻ അല്ലാതെ വേറൊന്നും കഴിക്കൂല എന്നാ നമ്മുടെ ഉമ്മമാർ പറയാ. ചിക്കൻ കറി വെച്ചാലല്ലാതെ വേറൊന്നും കഴിക്കൂല. അപ്പൊ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായാൽ, തെറ്റുകൾ വ്യാപകമായാൽ, ഹത്താ യുഅ്ലിനൂ ബിഹാ, എന്നിട്ട് അതിനെ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, ആ സമൂഹത്തിൽ അല്ലാഹു തആല രോഗങ്ങളെ വ്യാപകമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വല്ലൗജാഉല്ലതീ ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ, മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തിനും അല്ലാഹു നൽകാത്ത അസുഖം അല്ലാഹു ഈ സമൂഹത്തിന് നൽകുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. കിഡ്നിയുടെ തകരാറ് നമ്മൾ കേട്ടിട്ടേ ഇല്ല. 10-20 വർഷം മുമ്പൊന്നും, 10-20-30 വർഷം മുമ്പൊന്നും കിഡ്നിയുടെ തകരാറ് നമ്മൾ ആരും കേട്ടിട്ടേ ഇല്ല. എന്നാൽ ഇന്ന് 5 വീട്ടിൽ ഒരാളുടെ കിഡ്നി തകരാറിലാകുന്നുണ്ട്. 5 വീട്ടിൽ ഒരാളുടെ കിഡ്നി തകരാറിലാകുന്നുണ്ട്. ഒരു 20 വർഷം മുമ്പ് എവിടെയെങ്കിലും ഡയാലിസിസ് സെന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 20-25 വർഷം മുമ്പ് എവിടെയെങ്കിലും ഒരു ഡയാലിസിസ് സെന്റർ, മനുഷ്യന്റെ രക്തം വലിച്ചെടുത്തിട്ട് ശുദ്ധീകരിക്കുന്ന ആ മെഷീനുകൾ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സെന്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ 25 വർഷത്തിന് ഇപ്പുറം കാസർഗോഡ് ജില്ലയിൽ എൻ്റെ കൂടെ വന്നൊരു 10-15 എണ്ണം ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ കാസർഗോഡ് ജില്ലയിൽ 15 സെന്ററുകൾ ഞാൻ കാണിച്ചു തരാം. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, വല്ലൗജാഉല്ലതീ ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ,
മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും നൽകാത്ത അസുഖങ്ങളെ, വേദനകളെ, പ്രയാസങ്ങളെ അള്ളാഹു ഈ സമൂഹത്തിന് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ എന്താണ് ഒന്നാമത്തെ കാര്യത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത്? എന്താ? 5 കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതിലൊന്ന് തിന്മകൾ വ്യാപകമാവുക, എന്നിട്ട് അതിനെ പരസ്യമാക്കുക. എന്താ ഇതിൽ നിന്ന് കിട്ടിയത്? എന്താ കിട്ടിയത്? തെറ്റ് ചെയ്യാൻ പാടില്ല, തിന്മകൾ ചെയ്യാൻ പാടില്ല. ഇനി തിന്മകൾ വന്നാൽ, മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് തെറ്റുകൾ വന്നാൽ ആ തെറ്റുകളെ ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ആളുകളായിട്ട് പ്രണയം ഉണ്ടാവും, ചങ്ങായിമാരോട് പറയരുത്. നിങ്ങൾക്ക് ആരോടെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവും, അത് വേറൊരാളോട് പറയരുത്. നിങ്ങൾ സിനിമ കാണാൻ പോകുന്നുണ്ടാവും, പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു വരാം. സ്റ്റാറ്റസ് നോക്കണ്ട, നാട്ടുകാരെ കാണിക്കണ്ട. ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് നാട്ടുകാരെ കാണിക്കണ്ട. ഹറാമ് കാണുന്നുണ്ടെങ്കിൽ അത് വേറെ ആളോട് പറയണ്ട. പോൺ വീഡിയോകൾ, സെക്സ് വീഡിയോകൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾ കണ്ട തെറ്റാണ്, ആ തെറ്റ് നിങ്ങളും നിങ്ങളുടെ റബ്ബും തീർത്തേക്കുക. അത് നാട്ടുകാർക്ക് അയച്ചു കൊടുക്കരുത്, ചങ്ങാതിമാരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത്. ചങ്ങാതിമാർക്കൊക്കെ പോൺ വീഡിയോകൾ കിട്ടുമ്പോൾ അത് ഓരോരോ ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് അവരെയും തിന്മകളിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. എങ്ങനെയാ നന്മയുണ്ട്? നന്മ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫർള് നിസ്കാരമേ പള്ളിയിൽ പാടുള്ളൂ. പള്ളിയിൽ നിസ്കരിക്കേണ്ടത് ഫർള് നിസ്കാരമാണ്. സുന്നത്തുകൾ നിസ്കരിക്കേണ്ടത് പള്ളിയിലല്ല, വീട്ടിലാണ്. ളുഹർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഒരാൾ പള്ളിയിൽ നിസ്കരിച്ചു, മറ്റൊരാൾ വീട്ടിൽ നിസ്കരിച്ചു. കൂലി കൂടുതൽ വീട്ടിൽ നിസ്കരിച്ചവനാണ്. സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് ഒരാൾ പള്ളിയിൽ നിസ്കരിച്ചു, മറ്റൊരാൾ വീട്ടിൽ നിസ്കരിച്ചു. കൂലി കൂടുതൽ വീട്ടിൽ നിസ്കരിച്ചവനാണ്. തഹജ്ജുദ് നിസ്കാരം ഒരാൾ വീട്ടിൽ നിസ്കരിച്ചു, ഒരാൾ പള്ളിയിൽ നിസ്കരിച്ചു. കൂലി കൂടുതൽ വീട്ടിൽ നിസ്കരിച്ചവനാണ്. എന്തുകൊണ്ട്? സുന്നത്ത് നിസ്കാരങ്ങളെ പരസ്യപ്പെടുത്തരുത്. ഫർള് പരസ്യപ്പെടുത്തണം. ഫർള് പരസ്യമായിട്ട് നിസ്കരിക്കണം. 5 നേരത്തെ നിസ്കാരം പരസ്യമായിട്ട് നിസ്കരിക്കണം. അത് നിർബന്ധ, അത് ബാധ്യത. പള്ളിയിൽ തന്നെ വരണം, പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അല്ലാത്തവർ മുനാഫിഖാണെന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. ജമാഅത്തിൽ നിന്ന് പള്ളിയിലേക്ക് പോവാതെ ജമാഅത്തിൽ നിന്ന് അകലുന്ന ആളുകൾ മുനാഫിഖാണെന്ന്. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ എവിടെ വെച്ചാണ് നിസ്കരിക്കേണ്ടത്? അത് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്. സ്വതക്ക രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം, ആര് കാണരുത്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത്. എന്നാൽ സക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കണം. 4-5 മുമ്പിൽ വെച്ചിട്ട് ഇതാ ഇതെന്റെ സക്കാത്തിന്റെ പൈസ കേട്ടോ, ഇതെന്റെ സ്വതക്കല്ലേ, ഇത് എൻ്റെ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇതാ നിങ്ങൾക്ക് വീടെടുക്കാൻ വേണ്ടി ഞാൻ 2 ലക്ഷം തരാം, ഇതെന്റെ സക്കാത്തിന്റെ പൈസ ആണ്. പരസ്യമായിട്ട് കൊടുക്കണം. സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അള്ളാഹു നിർബന്ധമാക്കിയ ഓരോ അമലുകളും പരസ്യമായി ചെയ്യണം. നോമ്പ് ഒളിപ്പിച്ചേക്കേണ്ട കാര്യമില്ല. ഫർള് നോമ്പ് ഒളിപ്പിച്ചേക്കേണ്ട കാര്യമില്ല. റമദാനിലെ നോമ്പ് ഒളിപ്പിച്ചു വെക്കേണ്ട, മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഹജ്ജ് മറച്ചു വെക്കേണ്ട കാര്യമില്ല. എന്നാൽ സുന്നത്തായ എല്ലാ അമലുകളും രഹസ്യമാക്കി വെക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം എന്താണ് ഇതിന്റെ അർത്ഥം? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. അതിന്റെ അർത്ഥം എന്താ? ആരും കാണരുത് നിങ്ങൾ നിസ്കരിക്കുന്നത്. നിങ്ങളുടെ സുന്നത്ത് നിസ്കാരം ആരും കാണാൻ പാടില്ല. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക വേറെ ഒരാൾ അറിയാൻ പാടില്ല. അപ്പൊ നന്മകൾ പോലും പരസ്യമാക്കരുത് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനാണിത്. നിങ്ങൾ രഹസ്യമായി സ്വതക്ക ചെയ്താൽ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് മുസ്തഫ മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങളെ പോലെയുള്ള ആളുകളാ പറയുന്നത്. രഹസ്യമായ സ്വതക്കകൾ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും. എത്ര വലിയ മഹാപാപം ചെയ്താലും രഹസ്യമായി സ്വതക്ക ചെയ്താൽ ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ആരും കാണാത്ത സ്വതക്കയായിരിക്കണം. രഹസ്യം എന്ന് പറഞ്ഞാൽ 4 ആൾ അറിയരുത്. ഞാൻ എൻ്റെ റബ്ബെ അറിയാൻ പാടുള്ളൂ. ഞാൻ ഇപ്പൊ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ഞാനും അയാളെ അറിയാൻ പാടുള്ളൂ, വേറെ അറിയാൻ പാടില്ല. ഇനി പറ്റാണെങ്കിൽ അയാൾ പോലും അറിയാതെ കൊടുക്കണം. അയാളെ വീട്ടിൽ കൊണ്ടിട്ട് ഒരു 10,000 വെച്ചു,
അല്ലെങ്കിൽ അയാളെ വീട്ടിലേക്ക് എല്ലാ ദിവസവും കൊണ്ടിട്ട് ഒരു മാസത്തിൽ ഒരു കിറ്റ് കൊണ്ടുപോയി വെക്കും. അത് ആരാ കൊടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, അയാൾ പോലും അറിയരുത്. എന്നാൽ നന്മകളെ പോലും രഹസ്യമാക്കി വെക്കണമെന്ന് പഠിപ്പിച്ച ഈ പരിശുദ്ധ ദീനിന്റെ ആളുകളാണ് തിന്മകളെ പോലും പരസ്യമാക്കാൻ തുടങ്ങിയത്, തെറ്റുകളെ പരസ്യമാക്കാൻ തുടങ്ങി. അല്ലെ, ഔറത്ത് മറക്കാത്ത ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങി. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഔറത്ത് മറക്കാത്ത ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഒരു പെണ്ണിന്റെ മുൻകൈയും മുഖവും ഔറത്താണോ അല്ലേ എന്ന വിഷയത്തിലേ ചർച്ചയുള്ളൂ. ഒരു പെണ്ണിന് മുൻകൈയും ഔറത്തും മറക്കണോ വേണ്ടേ എന്ന്, അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയുണ്ട്. മറക്കണമെന്ന് പറയുന്നവരുണ്ട്, മറച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും ഔറത്താണ്, അന്യപുരുഷന്റെ മുമ്പിൽ അത് വെളിവാക്കാൻ പാടില്ല എന്ന് പച്ചയായി ഇസ്ലാം പറയുന്നുണ്ട്. അവ ഏതൊക്കെ പെട്ടു? അവരുടെ ശരീരത്തിന്റെ, അവരുടെ കൈകൾ പെട്ടു, ഹറാമാണ് വെളിവാക്കല്. അവരുടെ മുടി പെട്ടു, വെളിവാക്കൽ ഹറാമാണ്. അവരുടെ കാല് പെട്ടു, വെളിവാക്കൽ ഹറാമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ മക്കള്, വളരെ വിദൂരത്തേക്കൊന്നും പോവണ്ട, നമ്മുടെ മക്കള് അവരവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇടുന്നത് ഔറത്ത് വെളിവാക്കിയ ഫോട്ടോകളല്ലയോ? ഹാഫ് കൈയുടെ കുപ്പായിടും, ഹാഫ് കൈ കുപ്പായിട്ടിട്ട് നമ്മുടെ മക്കൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോട്ടോകൾ ഇടാറില്ലേ? സ്റ്റാറ്റസ് വെക്കാറില്ലേ? നമ്മുടെ മക്കൾ വേറെ മക്കളല്ലേ, നമ്മുടെ മക്കള്, നമ്മുടെ പെങ്ങള് നമ്മൾ നോ പറയാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ സ്കൂളിലേക്ക് പോലും പറഞ്ഞേക്കാതെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി സ്കൂള് വേണ്ട എന്ന് വരെ ചിന്തിച്ചിരുന്ന രക്ഷിതാക്കള് ഇന്ന് നമ്മളും ലിബറലുകളായി മാറി, മുസ്ലിം ലിബറലുകൾ. നമ്മളും സ്വതന്ത്ര ചിന്തകരായി മാറി. പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോവരുത് എന്ന് ശാഠ്യം പിടിച്ച് മക്കളുടെ പഠനം മുടക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ വളരെ നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. നല്ലൊരു ചേഞ്ചാണത്. നമ്മുടെ മക്കളൊക്കെ പഠിക്കണം, നമ്മുടെ മക്കളൊക്കെ പഠിക്കണം. SSLC കഴിഞ്ഞ നമ്മുടെ പെൺമക്കൾക്ക് നീറ്റ് കോച്ചിങ്ങോട് കൂടിയിട്ട് SSLC CBSE റിസൾട്ട് വന്നു. ഇനി സ്റ്റേറ്റ് സിലബസിന്റെ റിസൾട്ട് വരാനിരിക്കുക. അപ്പൊ നീറ്റ് കോച്ചിങ്, നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അറിയോ? 25 ലക്ഷം ആളുകൾ എഴുതുന്ന ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. 25 ലക്ഷം ആളുകൾ എക്സാം എഴുതും ഇന്ത്യ രാജ്യത്ത്. ആ ഇന്ത്യ രാജ്യത്ത് 25 ലക്ഷം ആളുകൾ എഴുതി ഏകദേശം ഒരു 85,000-ഓളം ആളുകൾക്കാണ് യോഗ്യത കിട്ടുക. 1 ലക്ഷത്തോളം ആളുകൾക്കാണ് യോഗ്യത കിട്ടുക. MBBS പഠിക്കാൻ, ഡോക്ടർ പഠിക്കാനുള്ള യോഗ്യത ആദ്യത്തെ 1 ലക്ഷത്തിൽ അവരുടെ റാങ്ക് വന്നാലേ അവർക്ക് പഠിക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു 10,000-ന്റെ ഉള്ളിൽ വന്നാലേ അവർക്ക് ഫ്രീ ആയിട്ട് MBBS പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു 10,000-ന്റെ ഉള്ളിൽ വരണം. 25 ലക്ഷം ആളുകളിൽ ആദ്യത്തെ ഒരു 10,000-ന്റെ ഉള്ളിൽ വന്നാലേ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. 10-15,000-ന്റെ ഉള്ളിൽ. പിന്നെ ബാക്കിയുള്ള ആളുകളോ 50% സ്കോളർഷിപ്പ്, 2.5 കോടി 1.5 കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഏനെ പോയി അതുപോലെയുള്ള പല മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു ടഫസ്റ്റ് എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ വിൻടച്ച് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നീറ്റിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ്, പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടികളുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, ബോംബെ, ഇവിടെ നിന്നൊക്കെ കുട്ടികള് പഠിക്കാൻ വന്ന് അവിടെ വന്ന് താമസിച്ച് പഠിക്കുകയാണ് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തോടു കൂടി. എന്തിനാ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾക്ക് കാസർഗോഡ് വരുന്നത്? ലക്ഷദ്വീപിൽ നിന്ന് കാസർഗോഡ് വരുന്നത് എന്തിനാ? ആ വരുന്നത് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നീറ്റ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള ഒരു +1 ഇന്റഗ്രേറ്റഡ് ബാച്ച്. എന്നിട്ടോ +2 കഴിഞ്ഞ ഉടനെ നീറ്റ് എഴുതണം, നീറ്റ് എഴുതിയിട്ട് ആദ്യത്തെ വർഷം തന്നെ MBBS പോകണം എന്നുള്ള ചിന്തയോടുകൂടി വരികയാണ്. ഈ ചിന്ത +2 കഴിഞ്ഞിട്ടല്ല വേണ്ടത്. ചില ആളുകൾക്ക് ഈ ചിന്ത തുടങ്ങുന്നത് +2 കഴിഞ്ഞിട്ടാണ്. ആ +2 കഴിഞ്ഞിട്ട് അവർ കോച്ചിങ്ങിന് പോവാം. 1 വർഷം അവരുടെ വേസ്റ്റ് ആവും. അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ 1 വർഷം വീണ്ടും അവർ പോകും, പിന്നെ അത് വേസ്റ്റ് ആവും. അവരുടെ വയസ്സ് ഇങ്ങനെ കൂടും, അവസാനം MBBS ഇല്ലാതെ അവർ തിരിച്ചു വരും. നമ്മൾ ഏകദേശം ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നീറ്റിനുള്ള കോച്ചിങ് നമ്മൾ തുടങ്ങണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തോടു കൂടിയുള്ള സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കാൻ പോലും നമ്മൾ തയ്യാറാവണം. തലയിൽ തട്ടമിടാത്ത എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. മക്കൾ തലയിൽ തട്ടോടൂല.
പിന്നെ MBBS ഡോക്ടർക്കായിട്ട് വന്നാൽ ഉപ്പമാര് പറഞ്ഞാൽ കേൾക്കൂല, തലയിൽ തട്ടിടാൻ പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഡോക്ടറായ ഒരു മകളോട് എടി തലയിൽ തട്ടോട് എന്ന് പറയാൻ ഉപ്പാക്കുമ്മക്ക് കഴിയില്ല. ഇത് ചെറുപ്പത്തിലെ ശീലിച്ചു വന്നാലേ അവർ തലയിൽ തട്ടോടുള്ളൂ. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മൊറാലിറ്റി, ധാർമ്മികത അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വേണ്ടത്? ഒരു നല്ല ദീനിയായ ചിട്ടയും ദീനിയായ അറ്റ്മോസ്ഫിയറുള്ള ദീനിയായ ചൈതന്യമുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു അള്ളാന്റെ പൊരുത്തത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ ഒരു വിഭാഗം രക്ഷിതാക്കൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വേറൊരു വിഭാഗം രക്ഷിതാക്കളുണ്ട്, അവർക്ക് പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലേലും കുഴപ്പമില്ല, അവർക്ക് തലയിൽ തട്ടുട്ടാലും കുഴപ്പമില്ല, തട്ടുട്ടില്ലേലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തൊരു വിഭാഗം രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ മാത്രം നന്നായാൽ പോരാ. ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് 5 നേരം പള്ളിയിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങളുടെ മക്കളെങ്ങാനും നാളെ നരകത്തിലേക്ക് പോയാൽ അള്ളാഹു നിങ്ങളെയും നാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീൻ നൽകാതെ, സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പഠിപ്പിക്കാത്ത, ഔറത്ത് മറക്കാൻ പഠിപ്പിക്കാത്ത, അന്യപുരുഷന്മാരുടെ മുന്നിൽ മറഞ്ഞു നിൽക്കണമെന്ന് പഠിപ്പിക്കാത്ത, നമ്മുടെ മക്കളെ ലിബറലുകളായി വളർത്തിയ എല്ലാ പേരൻസിന്റെ മുന്നിലും എല്ലാ രക്ഷിതാക്കളുടെ മുന്നിലേക്കും നാളെ മക്കൾ വരും മഹ്ശറാ ലോകത്ത്. എന്നിട്ട് അല്ലാഹു തആല അവരെ ചോദ്യം ചെയ്യുകയാണ്, എന്തേ നീ തല മറക്കാത്തത്, എന്തേ നീ ഔറത്ത് മറക്കാത്തത്, എന്തേ നീ 5 നേരം നിസ്കരിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുന്നിൽ മറുപടിയില്ലാതെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അവർ അള്ളാഹുവിനോട് പറയുന്ന മറുപടിയാണ്, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ മാതാപിതാക്കൾ എവിടെയല്ലാ? ഞാൻ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്റെ മാതാപിതാക്കളാണ്. എന്റെ മാതാപിതാക്കൾ തല തുറന്നു നടന്നപ്പോൾ എന്നെ ഉപദേശിച്ചില്ല, ഔറത്ത് വെളിവാക്കി നടന്നപ്പോൾ എന്നെ ഉപദേശിച്ചില്ല. അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് കടന്നു വരരുത്, അന്യപുരുഷന്മാരുടെ മുന്നിൽ ഒരു മറ വേണമെന്ന് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചില്ല. 5 നേരം നിസ്കരിക്കാൻ എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ എന്നെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ നരകത്തിലേക്ക് പ്രവേശിക്കാതെ ഞാൻ ഒരിക്കലും നരകത്തിലേക്ക് പോകൂല എന്ന് നമ്മുടെ മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏത് മക്കള്? ചോദിക്കുമ്പോ ഐഫോൺ 14ഉം 15ഉം 16ഉം 17 പ്രോയും പ്രോ മാക്സും ടാബും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ മക്കള് നാളെ മഹ്ശറിലെത്തിയിട്ട് അള്ളാഹിനോട് പറയുന്ന വാക്യത, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ൽ. എന്റെ ഉപ്പാനെ കാണിച്ചതാ. ഉപ്പ നരകത്തിൽ പോവാതെ ഞാൻ പോവൂല, ഞാൻ വഴിപിഴക്കാൻ കാരണം എന്റെ ഉപ്പയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മക്കൾ ഇത് നാളെ പറയോ ഇല്ലേ? നിങ്ങൾ തോന്നുന്നുണ്ടാവും എന്റെ മോന് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് പറയൂല. ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഈ ഇങ്ങനൊരവസ്ഥയിലായത്. എത്ര ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പ എന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഉപ്പ എന്നെ പഠിക്കാൻ പറ്റില്ല, നീയെങ്കിലും പഠിക്കണം. എൻ്റെ ഉപ്പ എന്നെ പഠിക്കാൻ പറ്റില്ല. മദ്രസയുടെ പുസ്തകം വാങ്ങി പഠിക്കാൻ പോയപ്പോൾ എൻ്റെ പുസ്തകം എന്നിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് തോട്ടത്തിലേക്ക് അടക്ക പറക്കാനും തോട്ടത്തിലേക്ക് പുല്ല് പറിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ എന്നെ പറഞ്ഞയച്ചു. എൻ്റെ പുസ്തകം പോലും ഞാൻ പൈസ കൊടുത്ത്, എവിടുന്നോ കിട്ടിയ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയ മദ്രസയുടെ പുസ്തകം പോലും അവർ മാറ്റിവെച്ചു, എന്നെ പഠിക്കാൻ അനുവദിച്ചില്ല എന്ന് ദുനിയാവിൽ വെച്ച് മക്കൾ ഉപ്പാക്കെതിരെ പരാതി പറയുന്നുണ്ടെങ്കിൽ, കത്തിജ്വലിക്കുന്ന തീജ്വാലങ്ങളുടെ മുന്നിലേക്ക് മക്കളെ കൊണ്ടുപോകുമ്പോൾ ആ മക്കൾ അല്ലാഹുവിനോട് പറയൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചിടാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉപ്പാന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് ഓരോ മക്കളും വിചാരിക്കും. ഉപ്പ പഠിപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് കാരണമുണ്ടല്ലോ, ഞാൻ നന്നാവാത്തത് എൻ്റെ ഉപ്പ നന്നാക്കാത്തത് കൊണ്ടല്ലേ, ഞാൻ മോശമായത് എൻ്റെ ഉമ്മ എന്നെ നിസ്കരിപ്പിക്കാത്തത് കൊണ്ടല്ലേ, എൻ്റെ ഉമ്മ എന്നോട് ഉണർത്താത്തത് കൊണ്ടല്ലേ, എൻ്റെ മാതാപിതാക്കൾ ദീൻ എനിക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ, അതല്ല ഞാൻ തെറ്റുകാരനത് വെറുതെ അല്ലല്ലോ, അതുകൊണ്ട് അള്ളാഹ് അവരെയാണ് നീ ശിക്ഷിക്കേണ്ടത് എന്നെയല്ല എന്ന് നാളെ മക്കൾ പറയൂല എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇന്ന് പറയുന്നുണ്ട് നമ്മുടെ മക്കള്, ഉപ്പ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന. ആഖിറത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ 100% മക്കൾ പറയും, നിങ്ങൾ എഴുതി വെച്ചോളേ.
ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ ശത്രുവുണ്ട്. ഒരുപക്ഷേ നിങ്ങളുടെ ഭാര്യ ശത്രുവാകാം, ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് ശത്രുവാകാം. വഔലാദികും, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുവുണ്ട് എന്ന് പറയുന്നത് ഖുർആനാണ്. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുന്നത്? റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽഇൻസി ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽഇൻസ്. അല്ലാഹുവേ, എനിക്ക് നന്മ പഠിപ്പിച്ചു തരാത്ത, എനിക്ക് നന്മയിലേക്കുള്ള വഴി കാണിച്ചു തരാത്ത എൻ്റെ മാതാപിതാക്കളെ നീ ഒന്ന് കാണിച്ചു താ അല്ലാഹ്. അവരുടെ നെഞ്ചത്തേക്ക് ഞാൻ കയറട്ടെ, അവരുടെ നെഞ്ചിൽ കയറി ഞാൻ തുള്ളട്ടെ, അവരുടെ നെഞ്ചിൽ കയറി ഞാൻ ഡാൻസ് കളിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് മക്കള് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിക്കാൻ പറയുന്നത് നമ്മുടെ ശാരീരികമായ സുഖത്തിന് വേണ്ടിയല്ല, സെക്ഷൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ദീൻ കല്യാണം കഴിക്കാൻ പറയുന്നത് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. മക്കൾ ഉണ്ടാക്കാൻ പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവാനല്ല, ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടാവാനുമല്ല. ആ മക്കൾ അള്ളാഹുവിനെ ഭയന്ന് ദുനിയാവിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരായി മാറാനാണ്. അതുകൊണ്ടാണ് ചില കടമകളും ചില കടപ്പാടുകളും അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. എന്താണ് നമ്മൾ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണമെന്നെല്ലാം അള്ളാഹു വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിയുന്ന ഓരോ രക്ഷിതാവിനും, ഓരോ പിതാവിനും, ഓരോ മാതാവിനും അവരുടെ മക്കളെ നന്നാക്കൽ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾക്ക് കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിക്കുന്ന ദിവസം ആ കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടി സ്വർഗത്തിലാ, അല്ലേ? ആ കുട്ടി ജനിച്ചിട്ട് 1 വയസ്സാകുമ്പോൾ മരിച്ചാലും ആ കുട്ടി സ്വർഗത്തിലാ. 10 വയസ്സാകുമ്പോൾ മരിച്ചാലും ആ കുട്ടി സ്വർഗത്തിലാ. 14 വയസ്സാകുമ്പോൾ മരിച്ചാലും ആ കുട്ടി സ്വർഗത്തിലാ. 16 വയസ്സാകുമ്പോൾ മരിച്ചാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ നമ്മൾക്ക് കഴിയില്ല. ഈ ഫോണ് നിങ്ങളെ കയ്യിൽ ഞാൻ തന്നു. വാത് തുടങ്ങുമ്പോൾ ഇത് പിടിച്ചോ, വാത് കഴിഞ്ഞ് എനിക്ക് തരണം. 2 മണിക്കൂർ വാത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഫോൺ എവിടെയെന്ന് വെച്ച് ഫോൺ വാങ്ങുമ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട്, സ്ക്രീന് പൊട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് ഡാമേജ് ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് തന്നത്? പുതിയൊരു ഫോണ്, കേടൊന്നുമില്ലാത്തൊരു ഫോണാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. തിരിച്ചു തരുമ്പോൾ ഫോണ് ഡാമേജാണ്. എങ്കിൽ ആരാണ് ഉത്തരവാദി? ആരാ ഉത്തരവാദി? ആരെയാണോ ഞാൻ ഏൽപ്പിച്ചത് അയാൾ ഉത്തരവാദിയാണ്. അയാൾ എനിക്ക് ശരിയാക്കി തരണ്ടേ? അയാൾ ശരിയാക്കി തരണം. ഇതേപോലെ അള്ളാഹു നമ്മൾക്ക് വായ്പ തന്നതാണ് നമ്മുടെ മക്കൾ. ഈ ഫോണ് ഞാൻ നിങ്ങൾക്ക് വായ്പ തന്നതുപോലെ അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്ന മുതലാണ് നമ്മുടെ മക്കൾ. അള്ള തരുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ സ്വർഗക്കാരാണ്. അള്ളാഹ്ക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കൊടുക്കുമ്പോഴും അവർ സ്വർഗക്കാരാവണം. അത് ആരെ പണിയാ? പാരൻസിന്റെ പണിയാ. 15 വയസ്സിന് മുമ്പ് ഏത് സമയത്ത് മക്കൾ മരിച്ചാലും മക്കൾ സ്വർഗത്തിലാണ്. എന്നാൽ 15 വയസ്സിൻ്റെ ശേഷം ഏത് സമയത്ത് മരിച്ചാലും ആ കുട്ടികൾ സ്വർഗക്കാരായിട്ട് മാറണം. അതൊരു പാരന്റിന്റെ, രക്ഷിതാവിൻ്റെ, ഉമ്മയുടെ, ഉപ്പയുടെ ബാധ്യതയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. നമ്മളെ ലക്ഷ്യമായി ജീവിക്കരുത്. രാത്രി വൈകി വരുന്ന മക്കൾ അതെങ്ങനെയാണ് ആയിക്കോട്ടെ, അവരെപ്പോൾ വേണം വന്നോട്ടെ, എന്നിട്ട് രാത്രി വൈകി വന്നിട്ട് രാവിലെ 10 മണി വരെ ഉറങ്ങുക. സുബഹി പോലും നിസ്കരിക്കാതെ 10 മണി വരെ ഉറങ്ങുക. ഈ കിഡ്നി തകരാറിലാകുന്നതിൽ രാത്രിയുടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഉറക്കം വലിയ പ്രശ്നമാണ്. ഒരു മനുഷ്യന് രോഗിയാകുന്നതിൽ ഉറക്കത്തിന് വലിയ റോളുണ്ട്. 10:30 മണിക്ക് ഉറങ്ങി രാവിലെ 5 മണിക്ക് എണീക്കേണ്ടവരാ നമ്മളെല്ലാവരും. പക്ഷെ ഇന്ന് നടക്കുന്നത് 1 മണിക്ക് 2 മണിക്ക് ഉറങ്ങി രാവിലെ 10 മണിക്ക് എണീക്കുന്നൊരു സ്വഭാവമാണ്. ഉറങ്ങേണ്ട സമയത്ത് കളിക്കുകയും കളിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ മാറി. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലോ അങ്ങോട്ട് തെറ്റി. ശരീരത്തിൻ്റെ ഫ്ലോ തെറ്റിയപ്പോൾ, ഒഴുക്ക് തെറ്റിയപ്പോൾ നമ്മൾ രോഗികളായി മാറി. ശരീരത്തിൻ്റെ പല അവയവങ്ങളും, പല ഓർഗൻസിനും പല കേടുപാടുകൾ സംഭവിക്കും. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും,
തലയുടെ മുടി പെട്ടെന്ന് നിരക്കും, പ്രായമാവാതെ നിരക്കും, മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞു വരും, കേൾവി ശക്തി കുറയും, കിഡ്നിയുടെ ആരോഗ്യം നശിക്കും, പിന്നെ മറ്റു ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ വരും. എന്തുകൊണ്ട്? നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഉറങ്ങാതെ, പണിയെടുക്കാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഉറങ്ങിയാലുള്ള പ്രശ്നം അതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഓരോ പരീക്ഷണങ്ങളും ഉണ്ടാവുന്നത്. രോഗങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഈവൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു നൽകുന്നത് പോലും ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു ആ തെറ്റിന്റെ പേരിൽ അയാൾക്ക് നൽകുന്ന റിസ്ഖിനെ തടയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു റിസ്ഖിനെ അള്ളാഹു തടയുന്ന, നമ്മളൊരു തെറ്റ് ചെയ്താൽ അങ്ങനെ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് നൽകേണ്ട ഒരുപാട് റിസ്ഖുകളെയാണ് തടയുന്നത്. 5 കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം എൻ്റെ പ്രിയപ്പെട്ടവരെ. യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മനുഷ്യന്മാരെ, ലം തൽഹരിൽ ഫാഹിഷ. അതിലൊന്നാമത്തെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം നമ്മളെല്ലാവരും, വളരെ ഗൗരവത്തോടെ. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? തെറ്റ് ചെയ്യുക, അതിനെ പരസ്യമാക്കുക. എങ്കിൽ അള്ളാഹു മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിക്കും എന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. തെറ്റുകൾ ചെയ്ത് പരസ്യമാക്കുന്ന സ്വഭാവം നമ്മൾക്ക് ഉണ്ടായാൽ, ഇന്നതില്ലേ ഇല്ലേ? ഒരു കല്യാണം ഉണ്ടായാലും ആണും പെണ്ണും എല്ലാവരും ഇടകലർന്നുള്ള DJ ഇല്ലാത്തൊരു കല്യാണം എന്നുണ്ടോ? ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് DJ ഡാൻസ് ഇല്ലാത്തൊരു കല്യാണം എന്നുണ്ടോ? ഓക്കെ, ഡാൻസ് കളിച്ചപ്പോട്ടെ, അതൊരു ആവേശത്തിൽ അങ്ങോട്ട് കളിച്ചു പോയി എന്ന് പറയാം. എന്നാൽ ഇതേ ഡാൻസിനെ നമ്മൾ റീലുകളാക്കി റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം കുടുംബത്തിലെ പലരും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പച്ചയായ റബ്ബിനോടുള്ള വെല്ലുവിളിയല്ലത്. ആണും പെണ്ണും ഇടകലരുന്നത് ഒരിക്കലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. ഓക്കെ, തെറ്റ് മനുഷ്യൻ ചെയ്യും, തെറ്റാണ്. പക്ഷെ അതിനെ പരസ്യപ്പെടുത്തുന്നതിൻ്റെ വിധി എന്താണ്? ആ തെറ്റുകളെ നമ്മൾ പരസ്യമാക്കുന്നതിൻ്റെ, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അതിനെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങൾ നൽകി നമ്മളെ പരീക്ഷിക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഷയം അതാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. നാദൃശ്യം മനസ്സിലായില്ലേ? മാരകമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ പരസ്യമാക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹദീസ് കൂടി, നമ്മൾ ഒരുപാട് കേട്ട ഒരു ഹദീസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് പറയാം. കുല്ലു ഉമ്മത്തി മുആഫാ, എൻ്റെ സമുദായത്തിലെ എല്ലാവർക്കും ഞാൻ മാപ്പ് നൽകും. എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ മാപ്പ് നൽകും. ഒരു വിഭാഗം ആളുകൾ ഒഴികെ. ആരാണ് ആ വിഭാഗം ആളുകൾ എന്നറിയോ? ഇല്ലൽ മുജാഹിരീൻ, തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾ, തെറ്റുകളെ പരസ്യമാക്കുന്ന ആളുകൾ. ആരും അറിയാതെ രഹസ്യമായി ഒരാളൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളത് വേറൊരാളോട് പറയാ. രാത്രി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് നമ്മൾ വീഡിയോ കോൺഫറൻസ് നടത്തി, നമ്മൾ ചാറ്റ് നടത്തി, കോളിംഗ് നടത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് നമ്മൾ അവിഹിതമായ ചാറ്റിങ്ങൾ നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ രഹസ്യമായി കള്ളു കുടിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്തു, അല്ലെങ്കിൽ സിനിമ കാണാൻ പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ സേഫായാൽ, ആരും കാണാതെ സേഫായാൽ, നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോയിട്ട് ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറയാ, രാത്രി ഞാൻ അങ്ങനെ ചെയ്തുട്ടോ. അല്ലെങ്കിൽ നമ്മൾക്കൊരു വേണ്ടാത്തൊരു വീഡിയോ കണ്ടു, ഒരു ഫോൺ വീഡിയോ, നമ്മളിത് കണ്ടു എന്ന് മാത്രമല്ല അത് വേറൊരാൾക്ക് നമ്മൾ അയച്ചു കൊടുത്തു. അതാണ് പരസ്യമാക്കുക എന്ന് പറയുന്നത്. കുല്ലു ഉമ്മത്തി മുആഫാ, നീ അത് കണ്ട്, നീ അത് ഡിലീറ്റ് ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരുമായിരുന്നു. എന്നാൽ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മളത് കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിലേക്ക് മൊത്തം അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ പിന്നെ കാണുന്നത് ചങ്ങാതിമാർ, കസിൻ ബ്രദേഴ്സ്, ഫാമിലി ഫ്രണ്ട്സ്, നാട്ടുകാര്, ക്ലാസ്മേറ്റ്സ്, അങ്ങനെ പല ആളുകളിലേക്കും നമ്മൾ കണ്ടൊരു ഹറാമായ വീഡിയോകള് അവരെല്ലാവരും കണ്ടു. കാരണക്കാരൻ നമ്മളാണ്. നമ്മൾ ചെയ്തൊരു തെറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നാട്ടുകാരെ മുഴുവനും കാണിച്ചു. അല്ലാഹു തആല ആ വിഭാഗം ആളുകൾക്കൊരിക്കലും മാപ്പ് നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എത്ര തൗബ ചെയ്താലും മാപ്പുണ്ടാവൂല.
എങ്ങനെയാണ് മാപ്പ് കിട്ടുക? നിങ്ങൾ കാരണം ഒരു നാട് മുഴുവനും മോശമായില്ലേ, പിന്നെങ്ങനെയാണ് അള്ളാഹു മാപ്പ് തരിക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളെ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് കഴിവിന്റെ പരമാവധി നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ വിഷയം, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഊന വജൗരി സുൽത്താനി അലൈഹിം. വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുക. കോപ്പി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒറിജിനലാണ് എന്ന് പറയുക. കോപ്പി സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുക. ഇപ്പോൾ കുപ്പായം, ഒരു LPയുടെ കുപ്പായം, നല്ല LPയുടെ അതേ എംബ്ലം ഉണ്ട്, ലോഗോ ഉണ്ട്, 2500-3000 രൂപയുള്ള കുപ്പായം. എന്നാൽ ഇത് കോപ്പിയാണ്. സ്വന്തം ടൈലറെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നല്ല മടക്കി ഏണക്കാൻ ചെയ്ത് ഇസ്തിരി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വിൽക്കുക. ഒറിജിനലാണെന്ന് പറഞ്ഞ് വിൽക്കുക. നമുക്ക് ചിലവുള്ളത് 500 നമ്മൾ പറയുന്നത് ഇത് 3000-ന്റെ ഒറിജിനൽ LP ആണ് എന്നാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ തൂക്കത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ വരുത്തുക, തൂക്കത്തിൽ വ്യത്യാസം വരുത്തുക. സ്ത്രീകളുടെയൊക്കെ ടെക്സ്റ്റൈലുകൾ, പെണ്ണുങ്ങളൊക്കെ വസ്ത്രം വാങ്ങാൻ പോവാറുണ്ട്. ഇത് ഒറിജിനൽ ബ്രാൻഡാണെന്ന് പറയും. ആർക്ക്, എത്ര ലോകത്ത് എത്ര ബ്രാൻഡ് ഉണ്ട്? ഒറിജിനൽ ബ്രാൻഡാണെന്ന് പറയും. അറിയപ്പെട്ട ബ്രാൻഡൊന്നുമല്ല, പുതിയ ഏതെങ്കിലും, എല്ലാം ബ്രാൻഡ് തന്നെയാണ്. ലോക്കലാണെങ്കിലും ബ്രാൻഡാണ്, അത് അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചും ചതിച്ചും നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടം നടത്തുക. എല്ലാ ആളുകളും മാർക്കറ്റിൽ ഇപ്പോൾ കശാപ്പുകാർ ആട് പോത്തൊക്കെ ഇറച്ചി വിൽക്കുമ്പോൾ അതിലേതെങ്കിലും ചത്ത ആടിനൊക്കെ നമ്മൾ ഇടയിൽ കയറ്റുക. അരി കച്ചവടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, അരി വിൽക്കുന്ന സമയത്ത് 10 കിലോ അരിയാണെങ്കിൽ ഒരു 9.5 കിലോ കൊടുക്കുക, കുറച്ച് കല്ലെടുത്തിട്ട് വെയിറ്റ് കൂട്ടുക. അടക്ക കച്ചവടം ചെയ്യുന്ന ആളുകൾ അടക്കയുടെ തൂക്കത്തിലും അയിലും വ്യത്യാസം വരുത്തുക. നല്ല അടക്കാണെന്ന് പറഞ്ഞ് പഴയ അടക്കാന്ന് പറഞ്ഞ് പഴയ അടക്കയിലേക്ക് പുതിയ ഒരു 10 കിലോ അടക്ക കയറ്റുക. പഴയ അടക്കൊക്കെ വില കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും, പുതിയൊരു 10 കിലോ അടക്ക പഴയ 1 കിണ്ടൽ അടക്കയിലേക്ക് കൂട്ടിയാൽ അവരെല്ലാം പരിശോധിച്ച് നോക്കൂല. ഇങ്ങനെയൊക്കെ നമ്മൾ വഞ്ചന നടത്തുക. കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നത് ഹോട്ടൽ വ്യവസായക്കാർ ശുദ്ധമായ, വളരെ ശുദ്ധമായ ഭക്ഷണം കൊടുക്കേണ്ടവർ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ബാക്കിയായ ഭക്ഷണങ്ങളെ അതിനെ തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഹോട്ടലിലേക്ക് ആളുകൾ വരുന്നത് ഇന്നലത്തെ ഭക്ഷണം കഴിക്കാനല്ല, ലൈവായ ഭക്ഷണം കൊടുക്കാനാണ്, കഴിക്കാനാണ് ആളുകൾ വരുന്നത്. എന്നാൽ അവർ ഇന്നലെ ബാക്കിയായ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ബാക്കിയായ ഷവർമയുടെ റോൾ ഉണ്ടാവും, ഷവർമയുടെ ആ ഒരു റോൾ ഉണ്ടാവും, ബാക്കിയായത് 2 ദിവസം മുമ്പ്, എന്നിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം വീണ്ടും അതിനെ മേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും അവര് ഷർമ കൊടുത്തു. പിന്നെ എന്നിട്ടും ബാക്കിയായി, പിന്നെ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. എന്താണ്, വേവിച്ച മാംസങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതൊക്കെ വലിയ അപകടങ്ങൾ വരുത്തുന്ന, വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ ഓരോ കച്ചവടത്തിലും ഓരോ ആളുകൾ പല രീതിയിലുള്ള കൃത്രിമത്വം കാണിക്കുന്നത്, വഞ്ചന കാണിക്കുന്നത്, ചതി കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, ശക്തമായ സാമ്പത്തികമായ ക്രൈസിസ് ഉണ്ടാകും അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും അല്ലാഹു കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കും. പഠിച്ചോ, ഇപ്പൊ കാണുന്നില്ല ഇറാനും അമേരിക്കയുമായി ബന്ധം, അമേരിക്കയുമുള്ള യുദ്ധം. അമേരിക്ക എവിടെയോ കിടക്കുന്നു, ഇറാൻ എവിടെയോ കിടക്കുന്നു, ഇന്ത്യ എവിടെയോ കിടക്കുന്നു. ബന്ദിയോടിലുള്ള നമ്മൾക്ക് പോലും അമേരിക്കയിൽ നടക്കുന്ന യുദ്ധം ബാധിച്ചു തുടങ്ങി. ഹോട്ടലുകളിൽ ഗ്യാസ് ഇല്ല. ഗ്യാസ് വാങ്ങണമെങ്കിൽ മുമ്പത്തേതിനേക്കാൾ ഇരട്ടി വില കൊടുക്കണം. 60 രൂപയുണ്ടായിരുന്ന ടാറിന് ഇന്ന് 140 രൂപ. കമ്പിക്കും സിമെന്റിനും വില കൂടി. മാസത്തിൽ ഒരു തവണ ഒരു സിലിണ്ടറേ കിട്ടുള്ളൂ എന്ന് വീട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകി. ക്യാമ്പസുകളിലും സ്ഥാപനങ്ങളിലും ക്യാൻറ്റീനിൽ ഗ്യാസുകളില്ല. എവിടെയോ നടക്കുന്ന യുദ്ധം. പക്ഷേ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത് നമ്മളാണ്. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് ഫാമിലിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി ഗൾഫിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ സ്കൂളിൽ നിന്ന് അവരെ TC വാങ്ങി നാട്ടിലെ സ്കൂളിൽ ചേർക്കുകയാണ്. ഫാമിലിക്ക് നാട്ടിൽ എവിടെയെങ്കിലും താമസിക്കാനുള്ള ഫ്ലാറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. സാമ്പത്തികമായ പ്രയാസം വരുമ്പോൾ എല്ലാവർക്കുമാണ് പ്രിയപ്പെട്ടവരെ വരാ. ഇറാൻ യുദ്ധത്തിൽ നമ്മൾ എന്തിനാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത്? അല്ലാഹു തആല പല രീതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പരീക്ഷണങ്ങൾ നൽകുക. കോവിഡ് വന്നോ, നമ്മൾ ഉത്തരവാദിയാണോ? ചൈനയിലാ തുടങ്ങിയത്, പല രാജ്യങ്ങളിൽ വ്യാപകമായി. 2-3 വർഷം കോവിഡിന്റെ പേരിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്താ കാരണം?
നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല നമ്മൾക്ക് നൽകുന്ന ശിക്ഷയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ, ശക്തമായ ക്രൈസിസ് ഉണ്ടാകും, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. കുറെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇനി ഗൾഫിലേക്ക് പോകണോ എന്ന്. പലരെയും ഗൾഫിൽ നിന്ന് ജോലി ടെർമിനേറ്റ് ചെയ്ത് വിട്ടു. 2 മാസത്തേക്ക് വേണ്ട, നാട്ടിൽ പോയി വാ, നാട്ടിൽ പോയി യുദ്ധം കഴിഞ്ഞാൽ മാത്രം വന്നാൽ മതി, വിളിക്കുമ്പോ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകളെയാണ് ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിട്ടത്. അല്ലാഹു തആല ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഒരു രാജ്യത്തിന്റെ തലവന് ഭ്രാന്ത് പിടിക്കുമ്പോ വേറെയുള്ള രാജ്യങ്ങളെ അവർ പ്രയാസപ്പെടുത്തുകയാണ്, ബഹിഷ്കരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം രാജ്യത്തുള്ള ആളുകൾ പോലും അതിന്റെ കെടുതി അനുഭവിക്കുമ്പോൾ വരെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവരുടെ അഭിമാനം അവരെ പ്രയാസപ്പെടുത്തുകയാണ്. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ വിട്ടുനിൽക്കണമെന്നറിയില്ല. പെട്ടെന്ന് ഇട്ടേച്ചു പോയാൽ തോറ്റു എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് സ്വന്തം നാട്ടുകാര് പ്രയാസങ്ങൾ അനുഭവിച്ചാലും എത്ര വർഷം വേണമെങ്കിലും അവരെ ഉപരോധിക്കാമെന്നുള്ള ചിന്തയോടെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പ്രയാസമാണ്. GCC രാജ്യങ്ങൾ തകർന്നു പോയാ അതിന്റെ കൂടെ തകരുന്നത് നമ്മുടെ സ്ഥാപനങ്ങളാണ്, നമ്മുടെ പള്ളികളാണ്, നമ്മുടെ വീടുകളാണ്, നമ്മുടെ ഷോപ്പുകളാണ്, നമ്മുടെ സാമ്പത്തികമായ റിസോഴ്സുകളാണ് GCC രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാൻ നമ്മൾ ഓരോ ആളുകളും ദുആ ചെയ്യേണ്ടതുണ്ട്. വശിദ്ദത്തിൽ മുഊന, ചെലവ് കൂടും. എത്ര പൈസ കിട്ടിയാലും നമ്മൾക്ക് തികയൂല. പണ്ടൊക്കെ 10,000 കൊണ്ട് ജീവിച്ച നമ്മള് 1,00,000 രൂപ സാലറി ഉണ്ടായിട്ട് പോലും ചെലവിന് തികയാത്ത സാഹചര്യം വരും. ചെലവ് കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനാണ്, വിലക്കയറ്റുണ്ടാവുക. 60 രൂപക്ക് നമ്മൾ വാങ്ങിച്ചിരുന്ന കോഴി 50 രൂപക്ക് വാങ്ങിച്ചിരുന്ന കോഴി, 2 കിലോ കോഴിക്ക് 110 കൊടുത്തിരുന്നൊരു കാലം, കുറെ കാലം മുമ്പ് എന്നല്ലേ, 2-3 വർഷം മുമ്പ് അല്ലെ, 2-3 വർഷം മുമ്പൊക്കെ കോഴിക്ക് 110 രൂപ കൊടുത്ത് 2 കിലോ കിട്ടുമായിരുന്നില്ലേ? 4-5 വർഷം മുമ്പ്. ഇന്നൊരു കോഴി വാങ്ങണമെങ്കിൽ മിനിമം 200 ചില്ലാനം കൊടുക്കണം 2 കിലോ കോഴിക്ക്. ഇൻഫ്ലേഷൻ, വിലക്കയറ്റ. 250-നൊക്കെ വാങ്ങിച്ചിരുന്ന സിമെന്റിന് 400 രൂപ. ഇൻഫ്ലേഷൻ. ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിന് നേരെ 100 ഇരട്ടി വർധനവ്. ശുദ്ധത്തിൽ മൗന, ചെലവ് വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ. ആ ചെലവ് വർദ്ധിക്കുന്നത്, നമ്മുടെ പണം തികയാതെ വരുന്നത് കച്ചവടത്തിൽ നമ്മൾ കൃത്രിമത്വം കാണിക്കുന്നത് കൊണ്ടാണ്, ചതിയിലൂടെ കച്ചവടം നടത്തുന്നത് കൊണ്ടാണ്, വഞ്ചന നടത്തുന്നത് കൊണ്ടാണ്. ചൈനയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് അതിലേക്ക് അതേപോലെ ബ്രാൻഡുകളുടെ സീല് വെച്ചിട്ട് നമ്മൾ പറയാണ് ഇത് ഒറിജിനലാണ് എന്ന്. ഇപ്പൊ വാച്ച് ഉണ്ടാകും, പല രീതിയിലുള്ള വാച്ചുകള്, കോപ്പി വാച്ചുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഒറിജിനലാണ് എന്ന് പറഞ്ഞ് നമ്മൾ എത്രയോ പാവപ്പെട്ട ആഫ്രിക്കക്കാരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധുക്കളെ നമ്മൾ പറ്റിക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക. ഇതെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയുന്നതിനോടൊപ്പം അതിന്റെ പ്രയാസങ്ങൾ നമ്മളും അനുഭവിക്കും പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം അക്രമകാരികളായ ഭരണാധികാരികൾ ഉണ്ടാകും. കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ അക്രമകാരികളായ ഭരണാധികാരികളുണ്ട്. അഥവാ നമ്മൾ എത്ര വഞ്ചനയിലൂടെ ചതിയിലൂടെ പണം ഉണ്ടാക്കിയാലും ആ പണം ആസ്വദിക്കാൻ നമ്മൾ അനുവദിക്കൂല എന്നാണ് അതിന്റെ ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. GST, ED വരും, ഇൻകം ടാക്സ് ആർ വരും, ED വരും. എല്ലാവർക്കും പേടിയാണ്. ബാങ്കിലൂടെ എന്തെങ്കിലും പൈസ അയക്കാൻ പേടിയാ, ബാങ്കിലൂടെ ഇടപാട് നടത്താൻ പേടിയാ. ബ്ലാക്ക് ആയിട്ട് പൈസ കിട്ടൂല. ബ്ലാക്ക് പൈസ 1 ലക്ഷത്തിൽ കൂടുതൽ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ച കേസാ. ഈ രീതിയിലൊക്കെ നമ്മളെ വിരിഞ്ഞു മുറുക്കുന്ന ഭരണാധികാരികൾ വരും. ബജൗരി സുൽത്താനി അലൈഹിം. നാട്ടിൽ കച്ചവടം നടത്തിയിട്ട് ഒരാൾക്ക് 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായി. ആ ലാഭം അയാളുടെ അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ടിലുള്ള ലാഭത്തിന്റെ 30% പിന്നെ എന്താണ്, ടാക്സ് ആയിട്ട് പോകും. മനസ്സിലായി? ഇപ്പൊ കോൺട്രാക്ടർമാര്, അവർക്കൊക്കെ വൈറ്റ് മണി ഉണ്ടാവുക. അവരൊരു കോൺട്രാക്ടർ വർക്ക് എടുത്തു, 1 കോടി രൂപ അക്കൗണ്ടിൽ വന്നു. ആ അക്കൗണ്ടിൽ വന്ന പ്രോഫിറ്റിന്റെ 1 കോടിയിൽ നിന്ന് 30% വീണ്ടും അവർ കൊടുക്കണം. ഇവര് ടാർ വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ് വേറെ കൊടുക്കുന്നുണ്ട്. ഒരു JCB വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇവരതിനുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ് വേറെ കൊടുക്കുന്നുണ്ട്. ഈ ടാക്സ് ഒക്കെ കൊടുത്ത് ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ 30% പിന്നെ ഗവൺമെന്റിന് കൊടുക്കണം. അത് തന്നെ ഇത്ര കൂടുതൽ വിഡ്രോ ചെയ്യാൻ പാടില്ല, അത് അക്കൗണ്ടിൽ ഉണ്ടാണ്, വിഡ്രോ ചെയ്യാൻ പാടില്ല. വിഡ്രോ ചെയ്താൽ കണക്ക് കാണിക്കണം, എന്തിനാണ് ഇത്ര പൈസ നിങ്ങൾ വിഡ്രോ ചെയ്തത്. ബജൗരി സുൽത്താന് നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ 5-6 കോടി നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റൂല. അത് അക്കൗണ്ടിൽ 1 കോടി എടുത്ത് അതിന്റെ കണക്ക് ഗവൺമെന്റിന് കാണിക്കണം.
ജൗരി സുൽത്താനെ അറിയാം. ഭരണാധികാരികളുടെ അക്രമം ഉണ്ടാവും. ഭരണാധികാരികളുടെ അക്രമം ഉണ്ടാകാതെ നമ്മൾ അധ്വാനിച്ച പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും നിർത്തും. പിന്നെ മൂന്നാമതായി പറഞ്ഞത് വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്ര മിനസ് സമാ. അല്ലാഹു സകാത്ത് കൊടുക്കാൻ പറഞ്ഞു നമ്മളോട്. എല്ലാവർക്കും ഗോൾഡിൽ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഭയങ്കര ചോദിച്ചാതെ ഭാര്യയുടെ പൊന്നുണ്ട് 100 പവനുണ്ട് സക്കാത്ത് കൊടുക്കണം, കൊടുക്കണ്ട എന്നാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. പിന്നെ അതിനിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം? സ്ത്രീകളുടെ ആഭരണത്തിൽ സക്കാത്ത് ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഏതോ രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം ഒന്നുമില്ല. സ്ത്രീകളുടെ ആഭരണത്തിൽ സക്കാത്തില്ല. 100 പവൻ അവൾ ധരിക്കുന്നേ ഇല്ല. ഉപ്പ കൊടുത്തതാ കല്യാണ സമയത്ത്, അവൾ ലോക്കറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആഭരണമായി ധരിക്കാൻ വേണ്ടി കൊടുത്തതാ. ഒരു വളം ചെറിയൊരു മാലയുടെ എപ്പോഴെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോൾ അതോടും എന്നല്ലാതെ യൂസ് ചെയ്യാറേ ഇല്ല. ആ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട. ഷാഫി മദ്ഹബിലെ വളരെ പ്രബലമായ അഭിപ്രായമാണ്. ആഭരണമായിട്ട് ഒരു പക്ഷെ 200-300 പവനുണ്ടെങ്കിൽ പോലും ആഭരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓർണമെന്റ്സ് ആയിട്ട് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതിൽ സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ അതിന് വലിയ ചർച്ച ചെയ്യാം. എന്നാൽ തൊട്ടപ്പുറത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് ആ ഷോപ്പിൽ സക്കാത്തുണ്ട്, കൃഷിയിൽ സക്കാത്തുണ്ട്, പല രീതിയിൽ വേറെ സക്കാത്തുണ്ട്. ആ സക്കാത്തൊന്നും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട സക്കാത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യാതെ ഭാര്യമാരുടെ ആഭരണത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് സമയം കളയണ്ട. ഷാഫി മദ്ഹബ് പ്രകാരം ഭാര്യമാരുടെ ആഭരണത്തിൽ സക്കാത്തില്ല എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അത് ഒരു ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനും കൊടുക്കണമെന്ന് പറയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. വലം യംനഉ സകാത അംവാലിഹിം, സക്കാത്ത് കൊടുക്കാതെ, സമ്പത്തിൽ സക്കാത്ത് കൊടുക്കാതെ. കുറിക്ക് സക്കാത്തുണ്ട്. ഒരാൾ കുറിക്ക് കൂടി 2 വർഷത്തെ കുറിക്ക് ഒരാൾ കൂടി 2 വർഷത്തെ കുറിക്ക് ഒരാൾ കൂടി. ഒരു കുറി 25,000 രൂപയാണ്. 25,000 രൂപയാണ് ഒരു കുറി. 4 മാസമാകുമ്പോൾ 1,00,000 രൂപയായി. അയാൾക്ക് കുറി കിട്ടിയില്ല. സക്കാത്തിന്റെ കണക്കായി. പൊന്നിന്റെ വില കൂടിയതുകൊണ്ട്. ഇല്ലെങ്കിൽ 35,000 സക്കാത്ത് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 35,000. പൊന്നിന്റെ വില കൂടി. അപ്പോൾ 1,00,000 രൂപ പഠിക്കാൻ നമുക്ക് ഉദാഹരണത്തിന് 1,00,000 രൂപ 1,00,000 ആകുമ്പോൾ സക്കാത്തിന്റെ അവകാശം, സക്കാത്ത് കൊടുക്കേണ്ട ആളെയാണ്. സക്കാത്ത് തുടങ്ങുന്നില്ല. തുടങ്ങുന്നത് 4ാമത്തെ മാസം സക്കാത്തിന്റെ നിസാബത്തി കണക്കെത്തി. ഏപ്രിൽ ആകുമ്പോൾ 1,00,000. അടുത്ത ഏപ്രിൽ വരെ ആൾക്ക് കുറി കിട്ടിയില്ല. അപ്പൊ അയാൾ സക്കാത്ത് തുടങ്ങണം. അടുത്ത ഏപ്രിൽ മുതൽ അയാൾ ഈ കുറിന്റെ സക്കാത്ത് കൊടുത്ത് തുടങ്ങണം. അടുത്ത ഏപ്രിൽ മുതൽ ഓരോ മാസവും എത്രയാണ് നിസാബ് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇനി ഒരാൾ കടം കൊടുത്തു, ഒരു 10,00,000 രൂപ കടം കൊടുത്തു. ഇന്ന് കൊടുത്ത കടം അടുത്ത ഏപ്രിൽ ആകുമ്പോൾ 1 വർഷമായി. കൊടുത്ത കടം തിരിച്ചു കിട്ടിയില്ല. അടുത്ത ഏപ്രിൽ ആകുമ്പോൾ 10,00,000ന്റെ സക്കാത്ത് കടം കൊടുത്ത ആൾ കൊടുക്കണം. വാങ്ങിയ ആളല്ല, കൊടുത്ത ആൾ കൊടുക്കണം. ഒരാൾ തരാണ്ട് പൈസ 5,00,000 തരാണ്ട്, ഇനി സക്കാത്ത് എല്ലാ വർഷം നമ്മൾ കൊടുക്കണം. ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊന്നും ആർക്കും ചർച്ചയില്ല. ഇതിനൊന്നും സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് അഭിപ്രായ വ്യത്യാസമില്ല, സംശയം ചോദിക്കാറില്ല, ഒന്നുമില്ല. എന്നാൽ ഈ പെണ്ണുങ്ങളെ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ച. എല്ലാവർക്കും ചോദ്യം അതാണ്, എന്താ ആഭരണത്തിൽ സക്കാത്ത് കൊടുത്താൽ? കൊടുക്കേണ്ടത് കൊടുക്കുക, എന്നിട്ട് പിന്നെ പെണ്ണുങ്ങൾ ആഭരണത്തിലേക്ക് നമുക്ക് പോവാം. കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കണം, പെണ്ണുങ്ങൾ ആഭരണത്തിലേക്കൊക്കെ പിന്നെ പോവാം. നിർബന്ധമായും കൊടുത്ത കടം, ആ കടം 1 വർഷം കഴിഞ്ഞും കിട്ടിയില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിലിട്ട ഇൻവെസ്റ്റ്മെന്റ്, ബിസിനസ്സിലിട്ട ഇൻവെസ്റ്റ്മെന്റ്, ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു 10,00,000 ഇൻവെസ്റ്റ് ചെയ്തു, ഓരോ വർഷവും അതിന്റെ സക്കാത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അതെല്ലാം പഠിച്ച് കൃത്യമായി സക്കാത്ത് കൊടുക്കാതെ വലം യംനഉ സകാത അംവാലിഹിം, സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ മുനിഉൽ ഖിത്ര മിനസ് സമാ, അല്ലാഹു തആല മഴയെ തടയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഴ തരൂല, ആവശ്യത്തിനനുസരിച്ച് മഴ തരൂല. ഇനി മഴ വന്നാൽ തന്നെ പ്രളയമായി മാറും. എത്രയാണ് ഒരു 10 വർഷത്തിനുള്ളിൽ എത്ര പ്രളയങ്ങളാ നമ്മൾ കണ്ടത്, എത്ര ഉരുൾപൊട്ടലാ നമ്മൾ കണ്ടത്. പ്രളയവും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വീടുദ്ഘാടനമാണ് വയനാട് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട് നിർമ്മാണം. ഇല്ലാ മുനിഉൽ ഖിത്ര മിനസ് സമാ, അല്ലാഹു തആല മഴയെ തടയും. മഴയെ തടഞ്ഞ് മൃഗങ്ങൾ പോലും പട്ടിണി കിടക്കും. മൃഗങ്ങൾക്ക് ദാഹം വരും. അപ്പൊ മൃഗങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങും, പഠിച്ചോനെ മനുഷ്യന്മാർ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്തിനാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന് മൃഗങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു തുടങ്ങും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം
മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്, മഴയ്ക്ക് വേണ്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖായിന് വേണ്ടി പോവാണ്. അങ്ങനെ സ്വലാത്തുൽ ഇസ്തിസ്ഖായിന് വേണ്ടി പോകുമ്പോ ഒരു ഉറുമ്പിന്റെ ദുആ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ പേരിൽ നീ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? മഴ തരാതെ വെള്ളം തരാതെ ഞങ്ങളെ എന്തിനാ ശിക്ഷിക്കുന്നത് എന്ന് ഉറുമ്പ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുന്നുണ്ട്. അതേപോലെ നമ്മൾക്ക് അല്ലാഹു തആല മഴയെ തടയും ഒരു പരിധിവരെ. അപ്പോഴേക്കും മൃഗങ്ങളൊക്കെ ദുആ ചെയ്യാൻ തുടങ്ങും. വീട്ടിലുള്ള നാൽക്കാലികള്, പശുക്കള്, ആടുകള്, പക്ഷികള്, ജീവലതാദികള്, ഉറുമ്പുകള്, പാമ്പുകളെല്ലാം അല്ലാഹുവിനോട് ദുആ ചെയ്യും. പഠിച്ചോനെ, ഞങ്ങൾക്ക് വെള്ളം താ. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് വെള്ളം താ. വലൗലൽ ബഹായിം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ നാൽക്കാലികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലംയും തറു, ഒരു കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലമൊക്കെ ഒരിറ്റ വെള്ളം തരാതെ അള്ളാഹു ഈ സമൂഹത്തെ പരീക്ഷിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഴ വരുന്നത് സമയമാകുമ്പോ ഒരൽപ്പം വൈകിയാലും മുന്തിയാലും മഴയൊക്കെ വരുന്നത് അള്ളാഹു തആല ഇവിടെയുള്ള നാൽക്കാലികളെ പരിഗണിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയും സക്കാത്തിന് നമ്മൾ തടഞ്ഞു വെച്ച അള്ളാഹു നമ്മൾക്ക് നൽകാൻ പോകുന്ന വെള്ളത്തെ തടയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നാലാമതായി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വലം യൻഖുലു അഹദല്ലാഹി വ അഹദ റസൂലി. അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്താൻ തുടങ്ങിയാൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. എന്താണോ റസൂലുള്ള പറഞ്ഞത് അത് നിങ്ങൾ അനുസരിക്കണമെന്നല്ലേ ഖുർആൻ പറയുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ഭർത്താവിനെ അനുസരിക്കണമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ പിന്നെ ചോദ്യമില്ല, ഡു ഓർ ഡൈ, നീ ചെയ്തോളണം. പിന്നെ ചോദ്യമില്ല, ഡോണ്ട് ആസ്ക് വൈ. ഞാൻ എന്തിന് ഭർത്താവിനനുസരിക്കണം? ഭർത്താവ് ഞാൻ ഒരുപോലെയല്ലേ, ഭർത്താവിനനുസരിക്കാനൊന്നും എന്നെ കിട്ടൂല, പോയി പണി നോക്ക് എന്ന മെന്റാലിറ്റിയിലേക്ക് മാറിയാൽ അതിനുശേഷം അള്ളാഹ് പറയും, ഫെമിനിസം നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തി. ഫെമിനിസം നിങ്ങൾ ചെയ്യുന്നില്ലേ, ഞാൻ ചെയ്താൽ എന്താ? ഈ ചോദ്യം തുടങ്ങിയില്ലേ? നിങ്ങൾ പുറത്തു പോകുന്നില്ലേ, ഞാൻ പോയാൽ എന്താ? തുടങ്ങിയില്ലേ? ഇതൊന്നും പഴയകാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ ചോദ്യങ്ങളൊന്നും ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ പുതിയ പുതിയ ഭാര്യമാരൊക്കെ ചോദിച്ചു തുടങ്ങാണ്, നിങ്ങൾ പുറത്തു പോകുന്നുണ്ടല്ലോ, എന്തിനാ പുരുഷന്മാർ പുറത്തു പോകും? ജോലിക്കാൻ. ഇപ്പം എനിക്ക് പോയാൽ എന്താ? നിങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചെയ്താൽ എന്താ? ചോദ്യങ്ങളാണ്, വെല്ലുവിളികളാണ്. അഥവാ ഞാനും നിങ്ങൾ ഒരുപോലെയാണ്. അല്ല, ഒരിക്കലും ഒരു പെണ്ണൊരാണ് ഒരുപോലെ അല്ല. സ്ത്രീകളോട് നീതി കാണിക്കണം. സ്ത്രീകൾക്ക് വേണ്ടത് നീതിയാണ്, തുല്യതയല്ല. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഇപ്പോൾ ഗവൺമെന്റൊക്കെ സ്കൂളുകളിൽ ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞ് ആണിനും പെണ്ണും ഒന്നിച്ചിരുത്താൻ തുടങ്ങി. ക്ലാസ് റൂമുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് ഒരാണൊരു പെണ്ണ്. എന്നിട്ട് അത് മാത്രമല്ല, ആണിൻ്റെ ഡ്രസ്സ് പെണ്ണിനെ കൊണ്ട് ധരിപ്പിച്ചു, പാൻറ്റും ഷർട്ടും ധരിപ്പിച്ചിട്ട് യൂണിഫോം ആക്കിയിട്ടൊക്കെ വലിയ അഭിമാനം കൊള്ളുന്ന കാലാണ് ഈ കാലം. ആലോചിക്കണം നമ്മൾ. എന്നാൽ ബസ്സിലോ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ സീറ്റ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റികളിലെ ഹോസ്റ്റലോ ലേഡീസ് ഹോസ്റ്റൽ വേറെ, ബോയ്സ് ഹോസ്റ്റൽ വേറെ. വാഷ്റൂമോ അവിടെയും ലേഡീസ് വേറെ, ജെൻസ് വേറെ. പിന്നെ എല്ലാം ഒന്നും തന്നെ ആയിക്കൂടെ? ക്ലാസ് റൂമിൽ മാത്രം എന്തിനാ ഒരു ഒന്നിച്ചിരുത്തേണ്ട ആവശ്യം എന്താ? പെണ്ണിനും ആണിനും ഒരേ വാഷ്റൂം, പെണ്ണിനും ആണിനും ബസ്സിൽ ഒരേ സീറ്റ്, പെണ്ണിനും ആണിനും ഹോസ്റ്റലിൽ ഒരേ റൂം. ആണുപെണ്ണ് ഒന്നല്ലേ? പിന്നെ ക്ലാസ് റൂമിൽ മാത്രം ഒന്നായാൽ മതിയോ? കിടക്കുമ്പോഴൊന്നാണ്ട്, ഇരിക്കും മാത്രം ഒന്നായാൽ മതിയോ? ഇത്തരം തരംതാണ പരിപാടിയൊക്കെ ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇതിനെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ സമുദായം തന്നെ അള്ളാന്റെ ദീനിനെ ചോദ്യം ചെയ്യാൻ അള്ളാഹ് പറയാണ്. എന്താ നമ്മളോട് പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ ചെയ്യാൻ പറഞ്ഞത് ചെയ്തോളണം. വമാ നഹാകും അൻഹു ഫതഹു. ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة. ഒരു സത്യവിശ്വാസിക്കും അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണോ ഒരാണോ അല്ലാഹു അവന്റെ റസൂലോ ഒരു തീരുമാനം പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ എന്തേ ജീനിട്ടാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ച ജീന്, എൻ്റെ തടി നിങ്ങൾക്ക് കിട്ടാൻ എന്താ കുഴപ്പം? ആ ചോദ്യം പാടില്ല. ഒരു പുരുഷന്റെ വസ്ത്രം പെണ്ണ് ധരിക്കാൻ പാടില്ല. പെണ്ണിന്റെ വസ്ത്രം ധരിക്കാം, പുരുഷന്റെ വസ്ത്രം പെണ്ണ് ധരിക്കാൻ പാടില്ല. എൻ്റെ മുടി ഞാൻ തുറന്നു നടന്നാൽ നിങ്ങൾക്ക് എന്താ? മുസ്ലിം ചോദിക്കാൻ പാടില്ല, അമുസ്ലിങ്ങൾക്ക് ചോദിക്കാം, നിരീശ്വരവാദികൾക്ക് ചോദിക്കാം,
ലിബറലിസ്റ്റുകൾക്ക് ചോദിക്കാം, യുക്തിവാദികൾക്ക് ചോദിക്കാം, ഫെമിനിസ്റ്റുകൾക്ക് ചോദിക്കാം. മുസ്ലിം പെൺകുട്ടി ചോദിക്കാൻ പാടില്ല, എൻ്റെ മുടി അങ്ങനൊരു, നമ്മുടെ അവയവം പോലും നമ്മുടേതല്ല, നമ്മൾക്കിതിൽ മിൽക്കിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഉടമസ്ഥാവകാശമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഓർഗൻ, നമ്മുടെ അവയവങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾക്ക് ഉടമസ്ഥതയില്ലാത്തൊരു വസ്തു നമ്മൾ വിൽക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന ആ നാലാമത്തെ കാര്യം നോക്കൂ. വലം യൻഖുലു അഹദല്ലാഹി വ അഹദ റസൂലിഹി, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് വെല്ലുവിളിച്ച് നമ്മുടെ നാട്ടുകാരൊക്കെ നാട്ടിലിറങ്ങാൻ തുടങ്ങിയാൽ, പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ടാല് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ ഭയങ്കര ജാള്യത അല്ലെ? ക്യാമ്പസ് സ്കൂളൊക്കെ വിട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വേറെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ആരും മിണ്ടൂല. ആണുങ്ങൾ വേറെ, പെണ്ണുങ്ങളൊക്കെ വേറെ ആയിരുന്നു. ഇന്നൊരു ക്യാമ്പസിൽ നിന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പൊതുജനങ്ങളൊക്കെ കാണുന്ന സ്ഥലത്ത് അവർ കളിക്കുന്ന കളിയൊക്കെ നോക്കുങ്ങൾ. വെല്ലുവിളിയാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളോടുള്ള വെല്ലുവിളിയാണിത്. വലം യൻഖുലു അഹദല്ലാഹി വ അഹദ റസൂലിഹി, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങളൊക്കെ വെല്ലുവിളിച്ചു തുടങ്ങിയാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഉണ്ടാകും. പുറത്തു നിന്നുള്ള ശത്രുക്കള് നമ്മളെ ചൂഷണം ചെയ്യും. അപ്പോഴാണ് NRC വരുന്നത്, SIR വരുന്നത്. അപ്പോഴാണ് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളെ നിരന്തരമായി വെല്ലുവിളിക്കുന്ന ശശികലമാരൊക്കെ വളരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. നിരന്തരമായി സെൻകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ വിഷം തുപ്പുന്നത്, PC ജോർജിനെ പോലെയുള്ള ആളുകൾ വിഷം തുപ്പുന്നത്, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ വിഷം തുപ്പുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കൾ വർദ്ധിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചിട്ട് കാറ്റിൽ പറത്തി ചോദ്യം ചെയ്ത് പുച്ഛിച്ച്, എനിക്ക് എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നൊക്കെ പറഞ്ഞ് പടച്ചോന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പുറത്തു നിന്നുള്ള ശത്രുക്കൾ നമ്മൾക്കെതിരെ നിരന്തരമായി വിഷം തുപ്പും. നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സംവരണങ്ങളുടെ പേരിലൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് അവർ തട്ടിയെടുക്കും. സവർണ സംവരണം ഉണ്ടായി ആരും മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് 80% ഹൈന്ദവരും ഏകദേശം 10-14% മുസ്ലിം, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടാവും, 20% എത്തിയിട്ടുണ്ടാവും മുസ്ലിങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഈ സംവരണം എന്തിനെന്നറിയും? സംവരണം, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംവരണം എന്തിനാ? 100 ആളുകൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ 80 മുസ്ലിമീങ്ങളല്ലാത്ത ഹിന്ദുക്കൾ ഉണ്ടാകും, 20 മുസ്ലിങ്ങൾ ഉണ്ടാവും പരീക്ഷ എഴുതുമ്പോൾ. സ്വാഭാവികമായിട്ട് ഒരു 100 ആൾ പരീക്ഷ എഴുതുമ്പോൾ 10 ആൾക്കൊക്കെയാണ് സെലക്ഷൻ കിട്ടുക. 80 ഹിന്ദുക്കളുണ്ട്, 20 മുസ്ലിങ്ങളുണ്ട്. അപ്പൊ 80 ഹിന്ദുക്കളിൽ നിന്നായിരിക്കും 10 ആളുകളും തിരഞ്ഞെടുക്കപ്പെടുക. 20 മുസ്ലിങ്ങൾ ഒരാൾക്ക് പോലും പ്രാതിനിധ്യം കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും? OBC എന്ന് പറഞ്ഞിട്ട് ഒരു സംവരണം വെക്കും. അഥവാ ഇത്ര ആള് പരീക്ഷ എഴുതിയാൽ OBCക്ക് ഒരു സംവരണം ഉണ്ട്. OBC ന്യൂനപക്ഷത്തിൽ നിന്ന് 10 ആൾ എടുക്കുമ്പോൾ 2 ആൾ OBCയിൽ നിന്ന് എടുക്കണം. ST പട്ടികജാതിയിൽ നിന്ന് ഇത്ര ആളുകൾ എടുക്കണം. എന്തിന്? അവർ വളരെ കുറച്ചുള്ളൂ. സ്വാഭാവികമല്ല, 100 ആളുകൾ എക്സാം എഴുതുമ്പോൾ 80 ആളുകൾ ഒരാൾ, 10 ആളുകൾ വേറെ, 10 ആളുകൾ വേറെ ആണെങ്കിൽ 80 ആളുകളെ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ OBC സംവരണം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ സംവരണം എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പണിയെടുക്കുന്നുണ്ട്. സവർണ സംവരണം എന്ന് പറഞ്ഞ് വേറെ ചില സംവരണങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും ബാക്കിയുള്ള ആളുകൾ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ മുഴുവൻ A+ വാങ്ങിച്ച കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളിൽ സീറ്റില്ലെന്ന്. A+ വാങ്ങിച്ച മുഴുവൻ വിഷയം വാങ്ങിച്ച കുട്ടികൾക്ക് പോലും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കാൻ സീറ്റില്ലാത്ത സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. എന്നാൽ വേറെ ജില്ലകളിൽ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുത്തിട്ട്, സീറ്റ് കൊടുത്തിട്ട് സീറ്റ് ബാക്കിയാണ്. നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മൾക്ക് കിട്ടാതെ വേറെ ചില ആളുകൾ തട്ടിയെടുക്കും. എപ്പോ? നമ്മൾ അള്ളാഹിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങിയ, ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി 5-ാമതായി അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, വമാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ് വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് പണ്ഡിതന്മാര് തീരുമാനം പറയാതെ ആളുകൾക്കനുസരിച്ച് തീരുമാനം പറഞ്ഞാൽ, മുതലാളിമാർക്കൊരു തീരുമാനം,
അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കാണും. ഇപ്പോൾ കല്യാണത്തിന് ചില ഉസ്താദുമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, കല്യാണത്തിന് ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ വരൂല, കല്യാണത്തിന് പാട്ടുണ്ടെങ്കിൽ ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് ചില ഉസ്താദുമാർ കല്യാണത്തിൽ നിന്ന് വിട്ടു നിൽക്കും. എന്നാൽ ഇതേ ഉസ്താദുമാർ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയുടെ വീട്ടിൽ പാട്ടുണ്ടായ ആൾ പോവും ചെയ്യും. കുത്തുബൊക്കെ ഒന്ന് സ്റ്റൈല് കൂട്ടി നന്നായിട്ട് കുത്തുപോവുകയും ചെയ്യും. ഗാനമേളുണ്ടെങ്കിൽ അവർ പോയിട്ട് നന്നായിട്ട് കുത്തുബയോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് തിരിച്ചു വരും ചെയ്യും. എന്നൊരു പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വീട്ടിൽ ഒരു ഗാനമേളുണ്ടെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് മാറിക്കും. അവിടെ ക്യാമറ ഉണ്ട്, അവിടെ വീഡിയോഗ്രാഫർ ഉണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ പച്ചയായി അള്ളാന്റെ തീരുമാനങ്ങളെ അവർ കാറ്റിൽ പറത്തുക. പണക്കാർക്കൊരു വിധി, പാവപ്പെട്ടവനൊരു വിധി. എല്ലാവർക്കും എല്ലാവരും തുല്യരാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളുടെ നിക്കാഹിനൊക്കെ പോയാൽ ആ നിക്കാഹിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, ചില ഉസ്താദന്മാർ തന്നെ നിക്കാഹിന് മുമ്പ് പ്രസംഗം പറ്റൂല എന്ന് പറയും. നിക്കാഹിന് മുമ്പ് പ്രസംഗം പറ്റൂല, നിക്കാഹിന് മുമ്പ് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയും. എന്നാൽ അതേ ആളുകൾ ഒരു വലിയൊരു മുതലാളിയുടെ വീട്ടിൽ നിക്കാഹുണ്ടെങ്കിൽ പ്രസംഗിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. മനസ്സിലായോ? ഇത് ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. വലിയൊരു കോടീശ്വരൻ, ആ കോടീശ്വരൻ്റെ നിക്കാഹിന് മുമ്പിൽ 10 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കും പ്രസംഗിച്ചാൽ. എന്നൊരു പാവപ്പെട്ട ഒരാളുടെ നിക്കാഹിന് വന്നിട്ട് 2 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗം പറ്റൂല എന്ന് പറയും. ഇതൊക്കെ ആരോടുള്ള വെല്ലുവിളിയാണ്? ഇതൊക്കെ ആരോടുള്ള കളികളാണ്? അള്ളാഹുവിന്റെ കിതാബനുസരിച്ച് വിധി പറയുന്നതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം പക്ഷപാതിത്വം കാണിക്കുക. നമ്മൾക്ക് വേണ്ടവർക്കനുസരിച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റാം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്കനുസരിച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റി പറയുന്നൊരു സംവിധാനം നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായാൽ ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, നമ്മൾക്കിടയിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ തന്നെ പരസ്പരം പോരടിക്കും, നമ്മൾ തന്നെ പരസ്പരം ഷണ്ട കൂടും, നമ്മൾ തന്നെ പരസ്പരം ഭിന്നിപ്പുകാരായി മാറും. പരസ്പരം പോരടിക്കുന്ന ആളുകളായി നമ്മൾക്കിടയിൽ ഐക്യം ഉണ്ടാവില്ല. ഹ്യൂമയൂൺ കബീറിന് അറിയുക? ഹ്യൂമയൂൺ കബീറിന് കേട്ടിട്ടുണ്ടോ? ആരാ ഹ്യൂമയൂൺ കബീർ? ഒരു കാലഘട്ടത്തിൽ TMCക്ക് വേണ്ടി ബംഗാളിലെ മമതാ ബാനർജിയുടെ കൂടെ പണിയെടുത്ത ഒരാളെ TMCയുടെ ഹ്യൂമയൂൺ കബീർ BJPയിൽ നിന്ന് 100 കോടി വാങ്ങിച്ച് അവിടുത്തെ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് TMCയെ പരാജയപ്പെടുത്താൻ വേണ്ടി, BJPക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ട് TMCയുടെ ഹ്യൂമയൂൺ കബീർ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ ഇതാ ബാബരി മസ്ജിദ് ബംഗാളിൽ പണിയുകയാണ്. ബാബരി മസ്ജിദൊക്കെ പൊളിച്ചിട്ട് എത്ര കൊല്ലായി? ബാബരി മസ്ജിദ് ബംഗാളിൽ ഞാൻ പണിയുകയാണ്. ആര്? മുസ്ലിം നാമധാരിയായ ഹ്യൂമയൂൺ കബീർ. ഇനി പൊളിച്ചാൽ തന്നെ ബാബരി മസ്ജിദ് ബംഗാളിൽ പണിയേണ്ട ആവശ്യം എന്താ? എലക്ഷനോടടുത്ത സമയത്ത് അയാൾ പറയാണ്. ഇത് പറയുമ്പോൾ തന്നെ മമതാ ബാനർജി അടക്കമുള്ള TMCയുടെ നേതാക്കൾക്ക് മനസ്സിലായി ഇത് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പദ്ധതിയാണ്. പുറത്താക്കിയപ്പോൾ മുസ്ലിമീങ്ങളുടെ പിന്തുണ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇതാ പള്ളി കെട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന കാരണത്താൽ TMC എന്നെ പുറത്താക്കി. എങ്ങനെയുണ്ട്? നല്ലല്ലേ? അപ്പോൾ മുസ്ലിങ്ങൾ എന്താ വിചാരിക്കുക? പള്ളി കെട്ടാൻ പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കില്ല, ആ പാർട്ടിക്ക് ഞാൻ വോട്ടിടൂല. മനസ്സിലായില്ലേ? പള്ളി കെട്ടാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ ആ പാർട്ടി ഹ്യൂമയൂൺ കബീറിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ പാർട്ടിക്ക് വോട്ടിടൂല. എന്നിട്ട് തറക്കല്ലിട്ട് 1 ലക്ഷം ആളുകളെ വിളിച്ചിട്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തിട്ട് തറക്കല്ലിട്ടു ബാബരി മസ്ജിദിനെ. BJPക്ക് ബംഗാൾ എങ്ങനെയെങ്കിലും പിടിക്കണം. എന്നിട്ട് ഇവർ ഹിഡൻ ക്യാമറ വെച്ച് ഹ്യൂമയൂൺ കബീറിൻ്റെ പദ്ധതി അവർ പൊളിച്ചടക്കി. 100 കോടി BJPയിൽ നിന്ന് വാങ്ങിയത് ആ ഒരു ചർച്ച അവർ ഒളി ക്യാമറ വെച്ച് പിടികൂടി. ഇലക്ഷന് മുമ്പ് അത് പുറത്തുവിട്ടത് വിജയിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ശത്രു നമ്മൾ തന്നെയാണ്, പുറത്തു നിന്നുള്ള ആളുകളല്ല. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലേക്ക് വരുമ്പോഴും പലപ്പോഴും പലരും നമ്മൾക്ക് ഭീഷണിയായിട്ട് മാറാറുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ നമ്മൾ വേണ്ട, അങ്ങനെ ഒരു ഫാസിസം ഇവിടെ വരണ്ട എന്ന ചിന്തയിൽ നമ്മൾ മാറി നിൽക്കും. അങ്ങനെ ആവണം പ്രിയപ്പെട്ടവരെ. പാർട്ടി നമ്മൾക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഫാസിസ്റ്റുകൾക്ക് അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മൾ തമ്മിൽ പരസ്പരം പല ചുട്ടികളും പല പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഒന്നിക്കേണ്ട സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അള്ളാഹു ബോധം നൽകട്ടെ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ.
ഒമാലം തഹ്കും, ഞാൻ അവസാനിപ്പിക്കണം. ഒമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാ, അള്ളാന്റെ കിതാബിനും അള്ളാന്റെ ദീനിനനുസരിച്ച് വിധിക്കുന്നതിന് പകരം വിധിക്കുന്നതോ വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് പകരം അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വിധി പറയാൻ തുടങ്ങിയാൽ ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അവർക്കിടയിൽ തന്നെ അഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായി ഓതി വെച്ച ഒരായത്തൊന്നും കൂടി ഞാൻ ഓതുകയാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത അയ്ദിൻ നാസ്. ദുനിയാവിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് പോലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്, നമ്മുടെ ഭക്ഷണത്തിലുള്ള അശ്രദ്ധ കാരണത്താലാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വയം മാറാൻ തീരുമാനിക്കാതെ അല്ലാഹു നമ്മളെ മാറ്റാൻ പോകുന്നില്ല. മാറാൻ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾക്കൊരിക്കലും മാറണമെന്നില്ലെങ്കിൽ അല്ലാഹു നമ്മളെ നന്നാക്കാൻ പോകുന്നില്ല. വൈദാ റാദല്ലാഹു ബിഖൗമിൻ സൂആ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. ഒരു സമൂഹം നശിച്ച് കാണാൻ അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ ആ സമൂഹത്തിന് മടക്കുണ്ടാവൂല, നന്മയിലേക്കുള്ളൊരു തിരിച്ചുപോക്കുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവണം, ചേഞ്ച് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഹലാലായ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകാം, എന്നാൽ ഹറാമായ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോവാതെ, അള്ളാഹുവിനെ മറന്ന പണിയെടുക്കാതെ, പരിശുദ്ധമായ ഖുർആൻ ദിവസവും ഒരൽപ്പമെങ്കിലും പാരായണം ചെയ്ത്, 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കാതെ, രഹസ്യമായി സദഖകൾ ചെയ്ത്, സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്ത്, ചെയ്ത തെറ്റുകൾക്ക് ഉടനെ അള്ളാഹുവിനോട് തൗബ ചെയ്ത്, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ പരസ്യമാക്കാതെ, സോഷ്യൽ മീഡിയയിൽ ഹറാമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാലേ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവുള്ളൂ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഖൈറിലാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.